ത്തെ ദിവസം വളരെ വിജയകരമായി തന്നെയാണ് നമ്മൾ നമ്മുടെ ഓരോ ഉറവ് വെബിനാറും മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാവിലെ തൊട്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ വരുന്ന ഒരു മെസ്സേജാണ് ഫ്രണ്ട്ഷിപ്പ് ഡേയെ പറ്റി. ഇന്ന് ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. അപ്പോൾ ഉറവ് വെബിനാറിന്റെ ഒരു ഭാഗമായിട്ടും KCTയുടെ ഭാഗമായിട്ടും ഇവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നെത്തിയിരിക്കുന്ന കൊച്ചു ത്രേസ്യ മാമിന്റെ ക്ലാസ് കേൾക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ ഒരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ആശംസിച്ചു കൊള്ളുന്നു. സോ നമ്മളെല്ലാവരും ഒരു സൗഹൃദത്തിന്റെ പേരിൽ തന്നെയാണ് ഇവിടെ വന്ന് എത്തിയിരിക്കുന്നതും. സോ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ടു ഓൾ. ഇന്ന് ഇവിടെ വന്ന് എത്തിയിരിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടെയും നന്ദിയോടുകൂടിയും തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മുടെ ഉറവ് വെബിനാറിന്റെ വിജയം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നമ്മുടെ ഉറവ് വെബിനാർ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ പാർട്ടിസിപ്പൻസ് കിട്ടാനും ഒക്കെ സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ ഒരു സഹകരണം കൂടി നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ നിന്നും എല്ലാ പ്രാവശ്യവും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് വെൽക്കം പറയാന്നുള്ളതാണ്. അതിനായിട്ട് നമ്മുടെ സെക്രട്ടറി സാറായ സൈജു സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, എല്ലാവർക്കും കൃത്യമായ ഒരു സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് ഫോർ എവർ യങ് എന്ന വിഷയവുമായിട്ട് നമ്മുടെ ഉറവിന്റെ തീരത്ത് 108ാമത്തെ വെബിനാറാണ്. ഡോക്ടർ കൊച്ചരേസ്യ PJ ഇന്നിവിടെ നമ്മുടെ കൂടെയുണ്ട്. മാഡം സൈക്കോളജിസ്റ്റ് ആണ്, കൗൺസിലർ ആണ്, എഡ്യൂക്കേറ്റർ ആണ്, ഫാമിലി തെറാപ്പിസ്റ്റ് ആണ്. മാഡത്തിനെ പരിചയപ്പെടുത്താനായിട്ട് ഇവിടെ ജോസഫ് സാറുണ്ട്. മാഡത്തിന്റെ ക്ലാസ് കേൾക്കാനായിട്ട് എല്ലാവരും വളരെ ഈഗർലി വെയിറ്റിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോ നമുക്ക് മാഡത്തിന്റെ ക്ലാസ് കേൾക്കാം. ഇന്നത്തെ ഇതിന്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ജോൺ ബേബി സാറാണ്. സാറിന് എല്ലാവരുടെയും പേരിൽ വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സർ. താങ്ക് യു. ഇന്ന് ഇപ്പോ ഞാൻ പറഞ്ഞതുപോലെ നമുക്കിന്ന് ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിരിക്കുന്ന ഡോക്ടർ കൊച്ചരേസ്യ മാഡം, നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് കേട്ടിട്ടുണ്ടാകും. മാഡം പല ക്ലാസ്സുകളിൽ പല വേദികളിലായിട്ട് നമ്മുടെ കൂടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. നമുക്ക് ഈ വിഷയം ഫോർ എവർ എന്നുള്ള വിഷയം എന്താണെന്ന് നമുക്ക് തീരും വരെ വളരെ ആകാംക്ഷയോടെ ശ്രദ്ധയോടെ കേൾക്കാം. മാഡത്തിന് എല്ലാവരുടെയും പേരിൽ ഒരു പൂച്ചെണ്ട് നൽകി ഹൃദയത്തിന്റെ അകത്തിൽ നിന്ന് വളരെ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം മാഡം. താങ്ക് യു. ഇന്ന് നമുക്ക് റിസോഴ്സ് പേഴ്സണെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് ജോസഫ് ജോൺ സാറാണ്. സാറ് നമ്മുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നു. സാറ് സഞ്ജീവിനി എന്ന ഇതിന്റെ കോർഡിനേറ്റർ ആയിരുന്നു. ഒരുപാട് കാലം നമ്മുടെ കൂടെ പല തസ്തികയില് സാറ് നമ്മുടെ കൂടെയുണ്ട്. സാറ് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സർ. നമ്മുടെ ഇന്ന് യോഗത്തിന് നന്ദി പറയാനായിട്ട് പോൾ പടയാട്ട് സാറാണ്. സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാറ് എല്ലാ മീറ്റിങ്ങിലും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ കൂടെയുണ്ട്. സാറിന്റെ പുഞ്ചിരി മുതിർന്ന മുഖം നമുക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്നു. സാറിന് എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സാർ. ഇന്ന് നമുക്ക് MC ആയിട്ടിരിക്കുന്നത് ജയശ്രീ മാഡം ആണ്. മാഡത്തിന് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ വളരെ പ്രശസ്തരായ സീനിയർ ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ പേര് പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാലും ഞാൻ പെട്ടെന്ന് കാണുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ നന്ദിയോടെ ഓർക്കാനായിട്ടുള്ളത് തഹസീൻ മാഡം ആണ്. തഹസീൻ മാഡത്തിന്റെ സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് നമുക്കിന്ന് മീറ്റിംഗ് നടക്കുന്നത്. മാഡത്തിന്റെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഫാദർ മാത്യു, അങ്ങനെ കുറെ പേരുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഓവർ ടു ജയശ്രീ മാം. താങ്ക് യു. താങ്ക് യു സൈജു സാർ. ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്രസിഡൻഷ്യൽ അഡ്രസ് ആണ്. നമുക്ക് എപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ടും പുഞ്ചിരിയോടെയും കൂടെ കാണാൻ പറ്റുന്ന ജോൺ ബേബി സാറിനെ ഞാൻ പ്രസിഡൻഷ്യൽ അഡ്രസ് പറയുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. Respected Dr. Joseph sir, Joseph John sir, Paul Padiatti sir, Saiju sir, our MC Jayasri madam, Talsima madam,
and above all, Dr. Kuchadesya Madam. Kuchadesya Madate ഇങ്ങനൊരു ക്ലാസ് എടുക്കാൻ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും എന്ത് സബ്ജക്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ വളരെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു എക്സൈറ്റിംഗ് സബ്ജക്റ്റ്, ഫോർ എവർ യങ്, അത് കേട്ടതേ എനിക്ക് എക്സൈറ്റ്മെന്റ് ആയി. അയ്യോ, എല്ലാവർക്കും ചെറുപ്പമായിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പ്രത്യേകിച്ച് വയസ്സായി കഴിയുമ്പോൾ അയ്യോ വീണ്ടും ഒന്ന് ചെറുപ്പമായെങ്കിൽ എത്ര നന്നായിരുന്നു നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. മുടി നരച്ച എല്ലാവരും അതുകൊണ്ടാണ് പല കളറും മേടിച്ച് ഡൈ ചെയ്യുന്നു, മീശ ഡൈ ചെയ്യുന്നു. ഒരിക്കലും ബ്യൂട്ടി പാർലറിൽ പോകാത്തൊരു മാസം തോറും അല്ലെങ്കിൽ 2 ആഴ്ച തോറും ബ്യൂട്ടി പാർലറിൽ പോകുന്നു, ജിമ്മിൽ പോയി വയറ് കുറയ്ക്കുന്നു. ഇനി മുടി നരച്ച് ഡൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മൊട്ടയായിട്ട് നല്ല യങ്ങായിട്ട് സ്മാർട്ടായിട്ട് നടക്കാൻ തോന്നുന്നു. എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് ഫോർ എവർ യങ്. ദാറ്റ് ഈസ് an amazing subject, amazing topic, and everyone will be keen to listen. A fantastic topic, and I am sure അത് നമുക്ക് എല്ലാവരും എക്സൈറ്റിംഗ് ടോക്ക് ആയിരിക്കും ഡോക്ടർ കുച്ചദേശ്യ മാഡം തരാൻ പോകുന്നത്. കാരണം ഷീ ഈസ് an expert in this area. Her knowledge, her qualifications, her experience is something unparalleled. Above all, also I had to say a few words about ഉറവു. ഇത് ഡോക്ടർ PV ജോസഫ് സാറിൻ്റെ കോവിഡ് സമയത്ത് ബ്രെയിൻ ചൈൽഡ് ആണ്. അന്ന് മുതൽ ഇന്ന് വരെ 108 വെബിനാർ, സംതിങ് അമേസിങ്. അതിൽ ഈ 108 ഒരു 100% ക്വാളിറ്റി ടോക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരു സംതിങ് ടു ടേക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. അതും നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീ സംച്വസ് ഡിന്നറാണ് ഈ ഉറവ്. വന്നിരിക്കുന്ന എല്ലാവരെയും അതിന് നന്ദി പറഞ്ഞുകൊണ്ടും വെൽക്കം ചെയ്തുകൊണ്ടും നമുക്ക് ഇന്ന് കേൾക്കാൻ പോകുന്ന ഒരു ഫാന്റാസ്റ്റിക് ക്ലാസ് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് ഗ്യാരണ്ടി ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു എവരിബഡി. താങ്ക് യു ജോൺ ബേബി സർ. നമ്മളെല്ലാം സാറിന്റെ വാക്കുകൾ തീർച്ചയായിട്ടും 100% ശരി തന്നെയാണെന്ന് തോന്നുന്നു. കാരണം നമ്മള് പ്രായം കൂടുന്നവരുമാണ് നമുക്ക് യങ്ങായിട്ട് ഇരിക്കാനുള്ള ആഗ്രഹവും കൂടിക്കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ മാമിന്റെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്രദമായിരിക്കും. എന്തായാലും മാമിനെ കുറിച്ച് പറയുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് ജോൺ സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ് ഓൾ. മിസ്റ്റർ സൈജു ഈ ഒരു ദൗത്യം എന്നെ ഏൽപ്പിക്കുമ്പോൾ ഇത്രയും വലിയൊരു ദൗത്യമാണെന്ന് ഞാൻ കരുതിയില്ല. ഇതെങ്ങനെ ചുരുക്കി അവതരിപ്പിക്കും എന്നുള്ളതിൽ ഞാൻ ഒന്ന് ശ്രമിക്കാം. ഇന്ന് ഉറവിൻ്റെ 108ാമത് എപ്പിസോഡിൽ റിസോഴ്സ് പേഴ്സണായി എത്തിയിട്ടുള്ളത് ബഹുമുഖ പ്രതിഭ എന്ന് വിശേഷിപ്പിക്കാവുന്ന മനഃശാസ്ത്രജ്ഞയും മനോരോഗ ചികിത്സകയും കൗൺസിലറും അതിലുപരി വിദ്യാഭ്യാസ മേഖലകളിൽ പ്രാവീണ്യം നേടിയ അധ്യാപികയും ഗവേഷകയും കഥാകാരിയും 5ഓളം ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ വിശിഷ്ട വ്യക്തിത്വമാണ്. ഇത്രയധികം സവിശേഷതകൾ കൈമുതലായുള്ള ആ വ്യക്തി ആരെന്നല്ലേ നമ്മുടെ മുമ്പിൽ സുസ്മേരവദനിയായിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ PJ കുച്ചദേശ്യ തന്നെ. മാഡം തൃശ്ശൂർ പേരാമംഗലം സ്വദേശിയാണ്. ഏർപ്പെട്ട മേഖലകളിലെല്ലാം അനുഭവ സമ്പത്തിന്റെ കരുത്ത് സമ്പാദിച്ച ഡോക്ടർ കുച്ചദേശ്യ 30 വർഷം ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു. 25 വർഷത്തോളം ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ഇംഗ്ലീഷ് അസിസ്റ്റന്റ് പ്രൊഫസറായി. വ്യത്യസ്തതയാണ് ഡോക്ടർ കുച്ചദേശ്യയുടെ മുഖമുദ്ര. തൻ്റെ അധ്യാപനത്തിൽ മനഃശാസ്ത്രത്തിൻ്റെ ഉൾക്കാഴ്ചകളും കഥ പറച്ചിലിൻ്റെ തെറാപ്യൂട്ടിക് വാല്യൂസും സന്നിവേശിപ്പിച്ച് പ്രത്യേക ശൈലി അവലംബിച്ചു. ഷീ ഈസ് എ റിനൗണ്ട് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്. EMDR, ഫാമിലി തെറാപ്പി, CBT, നറേറ്റീവ് തെറാപ്പി എന്നിവയിൽ എക്സ്പേർട്ടാണ്. സൈക്കോളജി ആൻഡ് റിസർച്ച് ഗൈഡായിട്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു. മനഃശാസ്ത്രജ്ഞവും
മനഃശാസ്ത്രവും മാനവികതയും കൂട്ടിയിണക്കി പഠന ഗവേഷണങ്ങൾ നടത്തി. കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പിയിൽ ഗസ്റ്റ് ഫാക്കൽറ്റിയായി 10 വർഷമായി തുടരുന്നു. MGE യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള വിവിധ സർവകലാശാലകളിൽ കരിക്കുലം ഡെവലപ്മെൻറ്റിലും അസോസിയേറ്റ് ചെയ്തു. അതോടൊപ്പം അക്കാഡമിക് കൺസൾട്ടൻ്റായി പ്രവർത്തിച്ചു. ക്വാളിഫിക്കേഷൻ PhD ഇൻ സൈക്കോളജി ആൻഡ് ഇംഗ്ലീഷ്, MSc സൈക്കോളജി, MA ഇംഗ്ലീഷ്, BA. അതിലൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ടോപ്പറായിരുന്നു എന്നുള്ളതാണ്. 5 പുസ്തകങ്ങളുടെ കർത്താവ് കൂടിയാണ് ഡോക്ടർ കൊച്ചുത്രേസ്യ. അശാന്തകാലത്തിൻ്റെ ജ്ഞാനകഥകൾ, നല്ല രക്ഷിതാവായിരിക്കാൻ, മാതാപിതാക്കൾക്കൊരു വഴികാട്ടി, സൂപ്പർ ടീച്ചർ, ഇതൊക്കെ മാഡത്തിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ബുക്കുകളാണ്. അതിന് വാല്യൂ കൂടും അല്ലേ? കൂടാതെ തെറാപ്യൂട്ടിക് സ്റ്റോറി ടെല്ലിംഗ് എൻ്റെ കൈവശം ഒരു കോപ്പിയുണ്ട്. ജ്ഞാനകഥകൾ 2005 പ്രസിദ്ധീകരിച്ചതാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള ഇത്രയും സവിശേഷ ഗുണങ്ങൾക്കുടമയായ റിസോഴ്സ് പേഴ്സനെ ഉറവിന് ലഭിച്ചതിൽ KCTT എറണാകുളം ഏറെ അഭിമാനിക്കുന്നു. ഏറെ സന്തോഷത്തോടെ ആദരവോടെ ഡോക്ടർ TJ കൊച്ചുത്രേസ്യയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you, Joseph John sir. Amazing introduction by Joseph John sir. എന്തായാലും ഇനിയും യങ് ഫോറെവർ യങ് എന്ന ക്യാപ്സ്യൂൾ കഴിക്കാനായിട്ട് ഇവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാവരും കാത്തിരിക്കുകയാണ്. സോ മാമിന്റെ സ്പീച്ചിനായി കാത്തിരിക്കുന്നു. ഓവർ ടു യു മാം. നൗ ദ പ്ലാറ്റ്ഫോം ഈസ് യുവേഴ്സ് മാം. മാഡം ഇത് മ്യൂട്ടാണ് മാം. മ്യൂട്ടാണ്. I am very sorry. Good evening, ladies and gentlemen. Thank you very much for that kind introduction, Joseph sir. I am truly honored by your warm words. ഇന്നത്തെ ഉറവ് വെബിനാറിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിന് കാരണക്കാരായ എല്ലാവരോടും, പ്രത്യേകിച്ച് ജോൺ ബേബി സാറിനോടും PV ജോസഫ് സാറിനോടും ജോസഫ് ജോൺ സാറിനോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വാട്ട് ഈസ് ഇൻ എ നെയിം? ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് വിശ്വപ്രസിദ്ധനായ നാടകകൃത്ത് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉറവ് എന്നത് എന്തുകൊണ്ടും വളരെ ഉചിതമായ ഒരു പേരാണ്. ഉറവ് എന്നത് ഒഴുകിയെത്തുന്ന നീർച്ചാലാകാം, വിശ്വാസം, സൗഹൃദം, ഊറ്റം, ശക്തി ഒക്കെയാകാം. KCTTUവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇതിനു മുമ്പും ഒരിക്കൽ ഈ ഉറവിൽ സംസാരിക്കാനുള്ള അവസരം എനിക്കുണ്ടായി എന്നുള്ളത് ഞാൻ വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി ഓർക്കുകയാണ്. എത്ര കൃത്യമായ ഒരു പേരാണ് ഉറവ്. കൗൺസിലിംഗ് ട്രെയിനിങ് രംഗത്ത് സഹായം വേണ്ടവരിലേക്ക് എത്തിക്കുന്ന കരുണയുടെയും സ്നേഹത്തിന്റെയും ഉറവയായി അത് മാറുന്നു. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ എന്തെന്നറിയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ കൗൺസിലേഴ്സിനും ട്രെയിനേഴ്സിനും എൻ്റെ അഭിവാദ്യങ്ങൾ. ഇനി ഞാൻ സംസാരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഒറ്റ നോട്ടത്തിൽ നിസ്സാരമാണ് അല്ലെങ്കിൽ വിചിത്രമാണ് എന്ന് തോന്നുന്നുണ്ടായിരിക്കാം. എങ്കിലും അത് ആഴത്തിലുള്ള മനഃശാസ്ത്രപരമായ ഒന്നാണ്. അത് പീറ്റർ പാൻ സിൻഡ്രോമിനെ കുറിച്ചാണ്. ഫോർ എവർ യങ് അണ്ടർസ്റ്റാൻഡിങ് ദ പീറ്റർ പാൻ സിൻഡ്രോം എന്നാണ് ആദ്യം ഞാൻ ടൈറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാലും ഒരു സ്വല്പം സസ്പെൻസ് അല്ലെങ്കിൽ സ്വല്പം ഐറണി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ടൈറ്റിൽ കൊടുത്തത്. പ്രായപൂർത്തിയായിട്ടും വളരാൻ വിസമ്മതിക്കുകയും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും വൈകാരിക പക്വതയിൽ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന മുതിർന്നവരിൽ നാം കാണുന്ന ഒരു പ്രവണതയാണ് പീറ്റർ പാൻ സിൻഡ്രോം. ഈ വിഷയം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം സങ്കീർണവും അതിവേഗത്തിലുള്ളതുമായ നമ്മുടെ ലോകത്ത് മാനസിക പക്വതയുടെ പ്രാധാന്യം എന്നത്തെക്കാളും ഇന്ന് നിർണായകമാണ്. വ്യക്തിപരമായ സന്തോഷത്തിന് മാത്രമല്ല, ആരോഗ്യകരമായ ബന്ധത്തിനും രക്ഷാകർതൃത്വത്തിനും തൊഴിൽപരമായ
വളർച്ചയ്ക്കും ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ കാഴ്ചപ്പാടിലൂടെ പരിഹരിക്കപ്പെടാത്ത ബാല്യകാല മുറിവുകൾ, സാംസ്കാരിക സ്വാധീനങ്ങൾ എന്നിവ എങ്ങനെ ഈ സിൻഡ്രോമിന് കാരണമാകുന്നുവെന്നും ഹെൽപ്പിംഗ് പ്രൊഫഷണൽസ് എന്ന നിലയിൽ വ്യക്തികളെ എങ്ങനെ സമ്പൂർണതയിലേക്കും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളിലേക്കും ആന്തരിക വളർച്ചയിലേക്കും നയിക്കാമെന്ന് നമ്മൾ ഇവിടെ പരിശോധിക്കാനും ശ്രമിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരാൻ വിസമ്മതിച്ച കുട്ടിയെക്കുറിച്ചാണ്. കഥയിൽ മാത്രമല്ല, ജീവിതത്തിലും. ഒരു സ്വല്പം നിരാശ തോന്നുന്നുണ്ടോ? എല്ലാവർക്കും എവരിബഡി വാണ്ട്സ് ടു റിമെയിൻ ഫോർ എവർ യങ്. അതൊരു നല്ല ക്വാളിറ്റി ആണോ അതോ ചീത്ത ക്വാളിറ്റി ആണോ എന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ബന്ധങ്ങളിൽ ഇമ്മച്യൂരിറ്റി അധികമാകുമ്പോൾ പലരും തെറപ്പി തേടാറുണ്ട്. ചിലപ്പോൾ ചിലരൊക്കെ പറയും, എൻ്റെ ഹസ്ബൻഡിന് സ്വന്തം കാര്യം നോക്കാൻ അറിയില്ല, എല്ലാ കാര്യങ്ങൾക്കും എന്നെയാണ് ആശ്രയിക്കുന്നത്, ഞാൻ അദ്ദേഹത്തിന് അമ്മയെപ്പോലെയാണ്, അദ്ദേഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ തന്നെ നോക്കണം. ഇത് കേട്ടപ്പോൾ പരിചയമുള്ള ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരാൾ പറയും, എൻ്റെ പങ്കാളിക്ക് ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ പ്രയാസമാണ്. അല്ലെങ്കിൽ ഒരു കുട്ടി പറയും, അല്ല ഒരു യുവതിയോ യുവാവോ പറയും, യുവതി പറയാം, ഞാൻ വളരെ കാലമായ ഒരു റിലേഷൻഷിപ്പിലാണ്, പക്ഷേ എൻ്റെ കാമുകന് ഞങ്ങളുടെ ആ റിലേഷൻഷിപ്പിന് ഒരു പേര് അല്ലെങ്കിൽ ഒരു ലേബിൾ നൽകാനായിട്ട് പേടിയാണ്. അവന് കമ്മിറ്റ്മെന്റ് പേടിയാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ പറഞ്ഞ ഈ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധം തോന്നുന്നുവെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പീറ്റർ പാൻ സിൻഡ്രോം ഉള്ള ഒരു വ്യക്തിയുമായിട്ടായിരിക്കും ബന്ധത്തിൽ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്തുന്ന ഒരു വിഷയമാണ് പീറ്റർ പാൻ സിൻഡ്രോം. പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വർണ്ണാഭമായ ഒരു ലോകം വരുന്നുണ്ടായിരിക്കും. ഒരിക്കലും വളരാത്ത നെവർലാൻഡ് എന്ന മാന്ത്രിക ലോകത്ത് സാഹസികമായി ജീവിക്കുന്ന ജെഎം ബാരിയുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ പീറ്റർ പാൻ. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഭാവനയെക്കുറിച്ചല്ല, യഥാർത്ഥ ജീവിതത്തിൽ ഫോർ എവർ യങ് ആയ വളരാൻ വിസമ്മതിക്കുന്ന മുതിർന്നവരെ കുറിച്ചാണ്. സിൻഡ്രോം എന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. സിൻഡ്രോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപറ്റം ലക്ഷണങ്ങളെയും അടയാളങ്ങളെയും കുറിച്ചാണ്. സിൻഡ്രോം ഈസ് എ കോമ്പിനേഷൻ ഓഫ് സിംറ്റംസ് ആൻഡ് സൈൻസ് ദാറ്റ് ഒക്കർ ടുഗദർ എന്നാണ് ഡെഫിനിഷൻ പറയുന്നത്. പീറ്റർ പാൻ സിൻഡ്രോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുതിർന്നവരായിട്ടും ഉത്തരവാദിത്തമായി പക്വതയോടെ പെരുമാറാൻ കഴിയാത്തവരെ ഉദ്ദേശിച്ചാണ്. ഈ അവസ്ഥയിലുള്ള ആളുകൾ ദൈനംദിന കാര്യങ്ങൾക്ക് നിറവേറ്റുന്നതിന് വേണ്ടി ഒന്നുകിൽ അവരുടെ പേരൻസിനെ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റാരെയെങ്കിലും ആശ്രയിക്കും. ഇവർക്ക് വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ജീവിതത്തിലെ ബേസിക് റെസ്പോൺസിബിലിറ്റീസ് പോലും ഏറ്റെടുക്കില്ല. പീറ്റർ പാൻ സിൻഡ്രോം എന്നത് ഒരു ഔദ്യോഗിക രോഗനിർണയം അല്ല. ഒരു ഔദ്യോഗിക നിർണയമാകണമെങ്കിൽ അത് ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് കാണണം. അപ്പോൾ ഉള്ളത് DSM-5 ആണ്. അതിലുണ്ടെങ്കിലാണ് നമ്മൾ അതൊരു മെന്റൽ ഡിസോർഡർ ആയിട്ട് കണക്കാക്കുന്നത്. അവിടെ ഇത് ഒരു ക്ലിനിക്കൽ രോഗമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും അഡൽട്ട് റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ആളുകളെ വിവരിക്കാൻ ഈ വാക്ക് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പല മുതിർന്ന ആളുകളും വൈകാര്യമായി പക്വതയില്ലാത്ത സ്വഭാവം കാണിക്കുന്നു. ഇത് ഒരാളുടെ ജീവിത നിലവാരത്തെ, സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനെ കാര്യമായി ബാധിക്കുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നമാണെന്നാണ് ഒട്ടുമിക്ക വിദഗ്ധരും കരുതുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പീറ്റർ പാൻ സിൻഡ്രോമിനെ ഒരു മെന്റൽ ഡിസോർഡറായി അംഗീകരിക്കുന്നില്ലെങ്കിലും ഇത് ഒരാളുടെ
ദൈനംദിന കാര്യങ്ങളെയും മെന്റൽ ഹെൽത്തിനെയും വളരെയധികം ബാധിക്കാം. അതുപോലെ പെരുമാറ്റത്തിൽ പോലും കാതലായ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇനി ഈ പീറ്റർ പാൻ സിൻഡ്രോമായിട്ട് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു രസകരമായ മുംബൈ കോടതി വിധിയെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. 2022 ജൂൺ 24 മുംബൈയിലെ ഒരു പ്രത്യേക കോടതി പീറ്റർ പാൻ സിൻഡ്രോം ഉള്ളതിനാൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ആക്രമിച്ച പ്രതിക്ക് ജാമ്യം അനുവദിച്ചു. 23 വയസ്സുള്ള യുവാവ് 14 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ആക്രമിച്ചു എന്നായിരുന്നു കേസ്. പ്രതിയുടെ അഭിഭാഷകൻ സുനിൽ പാണ്ഡെ ആയിരുന്നു. തന്റെ കക്ഷിക്ക് പീറ്റർ പാൻ സിൻഡ്രോം ഉണ്ടെന്ന് വാദിച്ചു. ഇത് ഒരു മുതിർന്ന വ്യക്തിയായിരുന്നിട്ടും സാമൂഹ്യമായി ഇമ്മച്ചുറായി പെരുമാറുന്ന അവസ്ഥയാണെന്നും ഒരു കുട്ടിയുടെ മനസ്സോടുകൂടിയ മുതിർന്ന ശരീരമുള്ള ആളാണെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇനി കോടതിയുടെ നിരീക്ഷണമോ? പ്രതിയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും പരസ്പരം അറിയുന്നവരായിരുന്നെന്നും അവർ പ്രണയത്തിലായിരുന്നെന്നും പ്രാഥമികമായി തന്നെ കോടതിക്ക് തോന്നി. പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും അന്വേഷണം പൂർത്തിയായതിനാൽ കസ്റ്റഡിയിൽ വെക്കേണ്ട ആവശ്യമില്ലെന്നും കോടതി അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത കുട്ടിയായിരുന്നിട്ടും താൻ ചെയ്യുന്നത് എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ പെൺകുട്ടിക്ക് മതിയായ അറിവും ശേഷിയും ഉണ്ടായിരുന്നു. അതിനുശേഷം അവൾ സ്വമേധയാ പ്രതിയുടെ കൂടെ പോയി എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂഷൻ വീണ ഷേലാർ ജാമ്യത്തെ എതിർത്തു. പ്രതിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് രേഖാമൂലമുള്ള യാതൊരു തെളിവുകളുമില്ലെന്നും പെൺകുട്ടി പ്രായപൂർത്തിയാകാത്തതാണെന്നും അവർ വാദിച്ചു. പ്രതിക്ക് 25,000 രൂപയുടെ ബോണ്ടിലും മറ്റ് ചില വ്യവസ്ഥകളോടും കൂടിയുമാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഈ കേസ് മാധ്യമങ്ങളിൽ ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിതെളിച്ചു. പീറ്റർ പാൻ സിൻഡ്രോം പോലുള്ള ഒരു അവസ്ഥ ഒരു ക്രിമിനൽ കേസിൽ ജാമ്യത്തിന് കാരണമാകുന്നത് ആദ്യമായാണ്. ഇത് വളരെ ശ്രദ്ധേയമായ കാര്യവുമായിരുന്നു. 1983 ഡോക്ടർ ഡാൻ കൈലി എന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് പീറ്റർ പാൻ സിൻഡ്രോം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. പീറ്റർ പാൻ സിൻഡ്രോം മെൻ ഹൂ ഹാവ് നെവർ ഗ്രോൺ അപ്പ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെയാണ് ഈ ആശയം ജനശ്രദ്ധ നേടിയത്. ഒരു നിമിഷം ചുറ്റും നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ, കുടുംബാംഗങ്ങളിൽ, സഹപ്രവർത്തകരിൽ അല്ലെങ്കിൽ നമ്മളിൽ ഓരോരുത്തരിലും പീറ്റർ പാനിന്റെ സവിശേഷതകളും ചില സൂചനകളും ഒക്കെ കാണാം. അതുകൊണ്ട് പീറ്റർ പാനിന്റെ കഥ മനസ്സിലാക്കുന്നത് പീറ്റർ പാൻ സിൻഡ്രോം എന്ന മനഃശാസ്ത്രപരമായ ആശയത്തെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകാനായിട്ട് സാധിക്കും. ഇതാണ് പീറ്റർ പാൻ സിൻഡ്രോം എന്ന പുസ്തകം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇറ്റ്സ് എ നൈസ് ബുക്ക്. കാണാം കണ്ടു. ഇത് JM ബാരി എഴുതിയ പുസ്തകമാണ്. ഞാൻ ഈ കഥ പറയാൻ കാരണം ഈ സിൻഡ്രോം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് പീറ്റർ പാൻ എന്ന കഥാപാത്രത്തെ ഒരു മെറ്റഫറായി കണ്ടുകൊണ്ടാണ്. പിന്നെ ഐ ലൈക്ക് തെറപ്യൂട്ടിക് സ്റ്റോറി ടെല്ലിംഗ്. അതുകൊണ്ട് ഇപ്പൊ ഒരു കഥ പറയാനുള്ള ഒരു ചാൻസും കൂടിയാണിത്. പീറ്റർ പാൻ JM ബാരിയുടെ തൂലികയിൽ പിറന്ന മായാലോകത്തിലെ നിത്യബാലൻ. അവൻ ഒരിക്കലും വളരുന്നില്ല. അവന്റെ ചിറകുകളിൽ ഒളിപ്പിച്ച മാന്ത്രികതയുടെ തിളക്കത്തിൽ ആകാശം അവന്റെ കളിക്കളമാണ്. നെവർലാൻഡ് ആ അത്ഭുത ലോകം. അവിടെ മെർമെയ്ഡുകൾ പാട്ടുപാടുന്നു, ഫെയറികൾ നൃത്തം ചെയ്യുന്നു, ധീരരായ റെഡ് ഇന്ത്യൻസും കൗശലക്കാരായ കടൽ കൊള്ളക്കാരും ജീവിക്കുന്നു. ലണ്ടനിലെ ഡാർലിംഗ് കുടുംബത്തിലാണ് നമ്മുടെ കഥ വിരിയുന്നത്. അവിടെ വെന്റി, അവളുടെ കുഞ്ഞനുജന്മാരായ ജോൺ, മൈക്കിൾ എന്നിവർക്ക് നെവർലാൻഡിലെ സാഹസിക കഥകൾ പറഞ്ഞുകൊടുക്കും. ആ കഥകൾക്ക് കാതോർത്ത് ജനലിലൂടെ
നിശബ്ദനായി പറന്നെത്തുന്ന ഒരു രൂപമുണ്ടായിരുന്നു, പീറ്റർ പാൻ. ഒരു രാത്രി വെന്തിക്കഥകൾ കേട്ട് ചിരിച്ചും കളിച്ചും മടങ്ങുമ്പോൾ പീറ്റർ അവന്റെ നിഴൽ ആ മുറിയിൽ വെച്ച് മറന്നുപോയി. മിസ്സസ് ഡാർലിംഗ് അത് വൃത്തിയാക്കി മടക്കി ഡ്രോയറിൽ വെച്ച് പൂട്ടുന്നു. പിറ്റേന്ന് രാത്രി പീറ്റർ തന്റെ നിഴൽ തേടി ഡാർലിംഗ് വീട്ടിലെ ജനലിലൂടെ അകത്തെത്തി. അവന്റെ ഷാഡോ വീണ്ടെടുത്തു. നിഴൽ തുന്നിച്ചേർക്കാൻ കഴിയാതെ അവൻ കരഞ്ഞപ്പോൾ ആ കരച്ചിൽ കേട്ട് വെന്റി ഉണർന്നു. ഒരു സൂചിയും നൂലും ഉപയോഗിച്ച് അവൾ വളരെ വിദഗ്ധമായി ആ നിഴൽ തുന്നിച്ചേർത്തു. വെന്റിക്കും പീറ്ററിനെ പോലെ വളരാൻ ആഗ്രഹമില്ലായിരുന്നു. വെന്റിക്ക് ധാരാളം നല്ല കഥകൾ അറിയാമെന്ന് മനസ്സിലാക്കിയ പീറ്റർ അവളെയും സഹോദരങ്ങളെയും നെവർലാൻഡിലേക്ക് ക്ഷണിച്ചു. ടിങ്കർ ബെൽ എന്ന ഫെയറിയുടെ പിക്സി ഡസ്റ്റ് ഒരു മാന്ത്രിക പൊടിയാണ്. അതിന്റെ സഹായത്തോടെ അവർ പറക്കാനായിട്ട് പഠിച്ചു. ലണ്ടൻ നഗരത്തിന്റെ മുകളിലൂടെ പറന്ന് അവർ നെവർലാൻഡിലേക്ക് യാത്രയായി. നെവർലാൻഡ് വർണ്ണങ്ങൾ വിതറിയ ഒരു സ്വപ്ന ഭൂമിയായിരുന്നു. അവിടെ മാന്ത്രിക വനങ്ങളും സൂര്യരശ്മികൾ പ്രതിഫലിക്കുന്ന തിളങ്ങുന്ന തടാകങ്ങളും നിഗൂഢതകൾ ഒളിപ്പിച്ച ഗുഹകളും ഉണ്ടായിരുന്നു. പീറ്ററിന്റെ കൂട്ടുകാരായ ലോസ്റ്റ് ബോയ്സിനെ അവർ കണ്ടുമുട്ടി. പീറ്ററിനെ പോലെ വളരാൻ മടിക്കുന്ന കുസൃതി കുട്ടികൾ. മെർമെയ്ഡുകൾ പാറകളിൽ വിശ്രമിക്കുന്നതും ഫെയറികൾ പൂക്കൾക്കിടയിൽ കളിക്കുന്നതും അവർ കണ്ടു. ധീരരായ റെഡ് ഇന്ത്യൻസിനെ കുറിച്ചും അവർ കേട്ടറിഞ്ഞു. എന്നാൽ നെവർലാൻഡിലെ ഏറ്റവും വലിയ ഭീഷണി ക്യാപ്റ്റൻ ഹുക്ക് എന്ന കൊള്ളക്കാരനായിരുന്നു. ക്യാപ്റ്റൻ ഹുക്ക് ഇരുമ്പ് കൊളുത്തുള്ള കൈകളും വികൃതമായ മുഖവുമുള്ള ഒരു കൊള്ളക്കാരനായിരുന്നു. പീറ്റർ പാന്റെ പ്രധാന ശത്രുവും അവനായിരുന്നു. പീറ്റർ പാൻ ഹുക്കിന്റെ കൈ ഒരു മുതല മുറിച്ചു തിന്നത് മുതലാണ് പീറ്ററും ഹുക്കും തമ്മിലുള്ള ശത്രുത തുടങ്ങിയത്. ആ മുതല ഒരു ക്ലോക്ക് വിഴുങ്ങിയത് കൊണ്ട് അതിന്റെ വയറ്റിൽ നിന്ന് ടിക് ടോക്ക് ടിക് ടോക്ക് എന്നൊരു ശബ്ദം കേൾക്കാമായിരുന്നു. ആ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഹുക്ക് ഭയന്ന് വിറയ്ക്കും. കാരണം അവന്റെ അന്ത്യം അടുത്തുവെന്ന് അവൻ വിശ്വസിച്ചു. ഒരു ദിവസം ക്യാപ്റ്റൻ ഹുക്ക് വെന്റിയെയും സഹോദരങ്ങളെയും ലോസ്റ്റ് ബോയ്സിനെയും പിടികൂടി മുതലയ്ക്ക് ഇട്ടുകൊടുക്കാൻ തുടങ്ങി. എന്നാൽ പീറ്റർ കൃത്യസമയത്ത് പാഞ്ഞെത്തി കടൽ കൊള്ളക്കാരുടെ കൈകളിൽ നിന്ന് കുട്ടികളെ രക്ഷിച്ച് ഹുക്കിനോട് ധീരമായി പോരാടി വാൾ ചുഴറ്റി ഹുക്കിനെ താഴെ അവന്റെ വരവും കാത്തു നിന്ന മുതലയുടെ അടുത്തേക്ക് തള്ളിയിട്ടു. ഭയന്ന് വിറച്ച ഹുക്ക് ജീവനും കൊണ്ട് നീന്തി രക്ഷപ്പെട്ടു. പിന്നീട് പീറ്റർ വെന്റിയെയും ജോണിനെയും മൈക്കിളിനെയും കൂട്ടി തിരികെ ലണ്ടനിലെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു. ഇനിയും വെന്റിക്ക് മാതാപിതാക്കളെ കാണണം, അവൾക്ക് വളരണം. പീറ്ററിനും ലോസ്റ്റ് ബോയ്സിനും കൂടി അവിടെ നിൽക്കാൻ ക്ഷണം ലഭിച്ചുവെങ്കിലും പീറ്ററിന് നെവർലാൻഡിലേക്ക് പോകാനായിരുന്നു ആഗ്രഹം. ഡാർലിങ്സ് ലോസ്റ്റ് ബോയ്സിനെ ദത്തെടുത്തു. എന്നും ഒരു കുട്ടിയായി വിനോദങ്ങളിലും സാഹസികതകളിലും മുഴുകി ജീവിക്കാനായിരുന്നു പീറ്റർ ആഗ്രഹിച്ചത്. വെന്റിക്ക് പ്രായം കൂടിയെങ്കിലും പീറ്റർ അതേപോലെ തന്നെ തുടർന്നു. വെന്റി വളർന്ന് അമ്മയായി, പിന്നീട് മുത്തശ്ശിയായി. വെന്റിക്ക് പറക്കാൻ കഴിയില്ലല്ലോ എന്നോർക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പീറ്ററിന് വലിയ സങ്കടം തോന്നും. എന്നാൽ ഓരോ വസന്തകാലത്തും അവൻ ലണ്ടനിലേക്ക് വന്ന് വെന്റിയുടെ മകളായ ജെയിനെ നെവർലാൻഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് ജെയിനും പ്രായമായി. അപ്പോൾ പിന്നെ അവളുടെ മകളായ മാർഗരറ്റിനെ കൂട്ടിക്കൊണ്ടും നെവർലാൻഡിലേക്ക് പോയി. ഇങ്ങനെ ആ സാഹസികത തലമുറകളിലൂടെ തുടർന്നു. ഇതാണ് നമ്മുടെ പീറ്റർ പാന്റെ കഥ. ഇനി ഈ കഥയില് പീറ്റർ പാന്റെ പേരൻസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ജെയിം ബാരിയുടെ ഒറിജിനൽ കഥകളില് പീറ്റർ പാന്റെ പേരൻസിനെ കുറിച്ച് വളരെ ചെറുതായിട്ടേ സൂചിപ്പിക്കുന്നുള്ളൂ. കഥയിൽ അവർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല.
പീറ്റർ ഒരു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഓടിപ്പോയതാണെന്ന് കഥയിൽ പറയുന്നുണ്ട്. അവൻ വളർന്നു വലുതാകുന്നതിനെ പറ്റി അച്ഛനമ്മമാർ അടക്കം പറയുന്നത് കേട്ടപ്പോഴാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വലുതാകാൻ അവന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവൻ കെൻസിംഗ്ടൺ ഗാർഡനിലേക്ക് പറന്നുപോയി. പിന്നെ അവിടുന്ന് നെവർലാൻഡിലേക്കും പറന്നു. പീറ്റർ പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ജനൽ അടച്ചിരിക്കുന്നത് കണ്ടു. അവന്റെ കട്ടിലിൽ മറ്റൊരു കൊച്ചു കുട്ടിയെയും കാണുന്നു. അമ്മ തന്നെ മാറ്റി മറ്റൊരാളെ വെച്ചെന്ന് അവൻ വിശ്വസിക്കുന്നു. ഇത് അവനെ വലുതാകുക എന്ന ചിന്തയും വീട്ടിലേക്ക് മടങ്ങുക എന്നുള്ള ആഗ്രഹവും എന്നേക്കുമായി ഉപേക്ഷിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഇനിയും അച്ഛനമ്മമാരുടെ അസാന്നിധ്യത്തിന്റെ അർത്ഥം എന്തായിരിക്കും? പേരൻസ് ഇല്ലാത്തത് മുതിർന്നവരുടെ നിയമങ്ങളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തിനെ ആണ് കാണിക്കുന്നത്. അമ്മ തന്നെ വേണ്ടെന്ന് വെച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നോ? അതോ അത് പീറ്ററിന്റെ തോന്നലായിരുന്നോ എന്ന് നമുക്കറിയില്ല. എന്നാലും അമ്മ തന്നെ വേണ്ടെന്ന് വെച്ചു എന്ന് വിചാരിക്കുക എന്നത് പീറ്ററിന് ഒരു വലിയ മുറിവായി മാറുന്നു. ഇത് അവൻ വലുതാകാത്ത കുട്ടിയായി മാറാനായിട്ടും കാരണമാകുന്നു. ചിലരുടെ അഭിപ്രായത്തിൽ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ ഒറ്റപ്പെടുമെന്ന ഭയം, സ്നേഹബന്ധങ്ങളിലെ കുറവുകൾ, അതല്ലെങ്കിൽ കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങൾ എന്തെല്ലാമാകാം. ചുരുക്കത്തിൽ പേരൻസിന്റെ അഭാവം ഒരു പ്രതീകമാണ്. ഇത് പീറ്ററിന്റെ ഒറ്റപ്പെടലിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വലുതാകാനുള്ള അവന്റെ പേടിയെയും എടുത്തു കാണിക്കുന്നു. ഈ പീറ്റർ പാൻ കഥയില് ധാരാളം പ്രതീകങ്ങളുണ്ട്. അതിന് മാനസികവും വൈകാരികവും ആത്മീയവുമായ പല അർത്ഥങ്ങളുമുണ്ട്. പീറ്റർ പാൻ എന്നത് ഇറ്റേണൽ ചൈൽഡാണ്, ശാശ്വത ബാലൻ. നമ്മൾ ഇന്നർ ചൈൽഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ വളരെ നിരാകരിക്കുന്നവന്റെ പ്രതീകമാണ് അവൻ. വൈകാരിക പക്വതയെയും ഉത്തരവാദിത്തത്തെയും കുറിച്ചുള്ള ഭയത്തെയാണ് ഇറ്റേണൽ ചൈൽഡ് സൂചിപ്പിക്കുന്നത്. ഹി റിപ്രസെന്റ്സ് ദി ഇന്നർ ചൈൽഡ്. കളിയും സ്വാതന്ത്ര്യവും നിറഞ്ഞെങ്കിലും കാലത്തിൽ കുടുങ്ങിയിരിക്കുന്ന ആന്തരിക ബാലൻ. യൂങ് മനഃശാസ്ത്രത്തിൽ ശാശ്വത യൗവനത്തിന്റെ പ്രതിനിധിയാണ് പീറ്റർ. ഇത് യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ബാധ്യതകളിൽ നിന്നും അകലം പാലിക്കുന്ന ഒരാളെ സൂചിപ്പിക്കുന്നു. ഇനി ഷാഡോ. നമുക്കൊക്കെ ഷാഡോ ഉണ്ടല്ലേ? എന്താണ് ഷാഡോ? ദാറ്റ് ഈസ് അവർ റിപ്രസ്ഡ് സെൽഫ്. പീറ്ററിന്റെ നിഴൽ പ്രതിനിധീകരിക്കുന്നത് നമ്മൾ നിഷേധിക്കുന്നതോ മറക്കാനാകുന്നതോ ആയ സ്വയത്തിന്റെ ഭാഗങ്ങളെയാണ്. യൂങ് പറയുന്നതനുസരിച്ച് അൺകോൺഷ്യസ് മൈൻഡിലുള്ള വികാരങ്ങളാണ് നമ്മുടെ ഷാഡോ. നമുക്കെല്ലാവർക്കും ഷാഡോ ഉണ്ട്. അതെന്തൊക്കെയാണ്? അത് ഷെയിം, ഫിയർ, ആങ്കർ, ട്രോമ, ഇതൊക്കെയാണ് നമ്മുടെ ഷാഡോ. ഷാഡോയെ തിരികെ തുന്നി പിടിപ്പിക്കുന്നതും സിംബോളിക് ആണ്. അത് സെൽഫ് ഇന്റഗ്രേഷന്റെ പ്രതീകമാണ്. ഇത് ഇമോഷണൽ ഹീലിംഗിലേക്കുള്ള ചുവടുവെപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നെവർലാൻഡ് എന്നതോ? അത് എസ്കേപ്പിസ്റ്റ് ഫാന്റസിയാണ്. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. പാലായന ഭാവനകളും മനസ്സിന്റെ പ്രതിരോധന മാർഗങ്ങളുമാണ് നെവർലാൻഡ്. നിയമങ്ങളോ സമയമോ മാതാപിതാക്കളോ ഇല്ലാത്ത ഒരിടം, ബന്ധനങ്ങളില്ലാത്ത കാലാതീതമായ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്ന ലോകം. എത്ര നല്ല ലോകം അല്ലേ? നെവർലാൻഡ് യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള രക്ഷപ്പെടലിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് ട്രോമയോ വൈകാരിക വേദനയോ ഉള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മാനസിക രക്ഷാ കേന്ദ്രമാണ്, ഒരു മെന്റൽ റെഫ്യൂജ് ആണ്, ഒരു മാനസിക പ്രതിരോധന സംവിധാനമാണ്, ഒരു ഡിഫൻസ് മെക്കാനിസം ആണിത്. മുതിർന്നവരുടെ ലോകത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഇത് കുട്ടിയെ രക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്യുന്നു. മാനസിക സ്വസ്ഥതി മാറ്റി നിർത്തുന്ന ഒരു പ്രിസണാണ്, ഒരു തടവറയാണിത്. ഇനി വെന്റി എന്ന ക്യാരക്ടർ, അത് പരിപോഷിപ്പിക്കുന്ന സ്ത്രീത്വത്തിന്റെ മാതൃഭാവത്തിന്റെ പ്രതീകമാണ്. പക്വത, പരിപോഷണം, വൈകാരിക സന്തുലനം എന്നിവയെയും സൂചിപ്പിക്കുന്നു.
Wendy fills the gap between innocence and adulthood. അതായത് നിഷ്കളങ്കതയുടെയും പ്രായപൂർത്തിയുടെയും ഇടയിലുള്ള അന്തരത്തിനെ കുറിക്കുന്നു. അതാണ് ഈ പീറ്റർ പാൻ സിൻഡ്രോമിലുള്ള പ്രശ്നവും. ഒരു നല്ല അമ്മയെ നമുക്ക് വെൻഡിയിൽ കാണാം. പീറ്റർ വെൻഡിയുടെ പരിചരണം ആഗ്രഹിക്കുന്നത് അവന്റെ ഉള്ളിലുള്ള കിട്ടാത്ത, അതും അടങ്ങാത്ത സ്നേഹത്തോടുള്ള ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്യാപ്റ്റൻ ഹുക്ക് പീറ്റർ പയക്കുന്ന ആകാൻ ആഗ്രഹിക്കാത്ത മുതിർന്നവരുടെ പ്രതീകമാണ്, അഡൽട്സിന്റെ പ്രതീകമാണ്. ഹുക്ക് കഠിന ഹൃദയൻ, കാർക്കശക്കാരൻ, സമയത്തെക്കുറിച്ച് അമിത ചിന്തയുള്ളവൻ. ക്ലോക്ക് വിഴുങ്ങിയ മുതല ഹുക്കിനെ പിന്തുടരുന്ന സമയത്തെ സൂചിപ്പിക്കുന്നു, നമ്മളെയൊക്കെ പിന്തുടരുന്ന സമയത്തെ സൂചിപ്പിക്കുന്നു. പ്രായമാകുന്നത് ഒഴിവാകാനാകാത്തതാണെന്ന് ഇത് നമ്മളെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഫോർ എവർ യങ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ദ ടിക്കിംഗ് ഓഫ് ദ ക്ലോക്ക് അത് സമയത്തെയും മരണത്തെയും സൂചിപ്പിക്കുന്നു. സമയത്തിൽ നിന്നും രക്ഷപ്പെടാൻ പീറ്റർ ആഗ്രഹിക്കുന്നു, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. സമയം അടുത്തു വരുന്നെന്നും വളർച്ച എന്നേക്കും വൈകിപ്പിക്കാൻ കഴിയില്ലെന്നും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇനി ടിങ്കർ ബെൽ വികാരങ്ങളെ, അസൂയയെ, അർപ്പണത്തെ, പൊസസീവ്നെസ്സിനെ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ടിങ്കർ ബെല്ലിനെ ആരെങ്കിലും അവഗണിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവളുടെ വെളിച്ചം മങ്ങുന്നു. അത് നമ്മളുടെ വികാരങ്ങളെ ആളുകൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ഇവിടെ ഒരു മെറ്റഫറായിട്ട് വരുന്നു. അവൾ മാന്ത്രികതയുടെയും വൈകാരിക തീവ്രതയുടെയും പ്രതീകമാണ്. ഇനിയും ദ ലോസ്റ്റ് ബോയ്സ്, അവര് തകർന്ന ആന്തരിക ബാലന്മാരാണ്. കഥയനുസരിച്ച് കുട്ടികളുടെ സ്ട്രോളറിൽ നിന്ന് വീണുപോയതും 7 ദിവസത്തിനുള്ളിൽ മാതാപിതാക്കൾ ക്ലെയിം ഏറ്റെടുക്കാത്തതുമായ കുട്ടികളാണ് ദ ലോസ്റ്റ് ബോയ്സ്. പീറ്റർ അവരെ നെവർലാൻഡിലേക്ക് കൊണ്ടുവരുന്നു. എന്ന് വിചാരിച്ചു നോക്കിക്കേ, പേരൻസ് കുട്ടികളെ സ്ട്രോളറിൽ അല്ലെ അവരുടെ പ്രാമില് തള്ളിക്കൊണ്ട് പോകുമ്പോൾ കുട്ടികൾ പ്രാമിൽ നിന്നും താഴെ വീണു പോകുന്നു. പീറ്റർ പാൻ പുറകെ ചെന്ന് ഈ കുട്ടികളെ പെറുക്കിയെടുക്കുന്നു. അവരെ നെവർലാൻഡിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ അവർ അവനോടൊപ്പം ജീവിക്കുകയും ഒരിക്കലും വളരാതിരിക്കുകയും ചെയ്യുന്നു. അവർ മൃഗവേഷങ്ങൾ ധരിക്കുന്നു, അതായത് ഒരു ഫാൻസി ഡ്രസ് പോലെ. ദിവസം മുഴുവൻ കളിക്കുകയും കടൽക്കൊള്ളക്കാരോട് പോരാടുകയും പീറ്ററിനെ തങ്ങളുടെ നേതാവായി പിന്തുടരുകയും ചെയ്യുന്നു. പീറ്റർ എവിടെ പോകുന്നു, അതിന്റെ പിന്നാലെ ദ ലോസ്റ്റ് ബോയ്സും പോകും. ഓരോ ലോസ്റ്റ് ബോയും പീറ്ററിന്റെ മനസ്സിന്റെയോ ഉള്ളിലുള്ള വികാരങ്ങളെയോ സൂചിപ്പിക്കുന്നു. അവർ ഉപേക്ഷിക്കപ്പെട്ടതോ മറക്കപ്പെട്ടതോ ആയ സ്വത്വത്തിന്റെ, സെൽഫിന്റെ ഭാഗങ്ങളാണ്. ഘടനയ്ക്കും സ്നേഹത്തിനും വേണ്ടി കുട്ടികളും മുതിർന്നവരും എല്ലാവരും ദാഹിക്കുന്നു. പരിപാലിക്കാൻ ആളില്ലാത്ത, വൈകാരികമായി വഴിതെറ്റിപ്പോയ കുട്ടികളെയാണ് ഈ ലോസ്റ്റ് ബോയ്സ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ പറക്കുന്നത്, ഫ്ലൈയിങ് എന്നത് സ്വാതന്ത്ര്യവും ഒളിച്ചോട്ടവും അതിനെയാണ് സൂചിപ്പിക്കുന്നത്. പറക്കൽ എന്നത് യാഥാർത്ഥ്യത്തിൽ നിന്നും ഇമോഷണൽ ബേർഡനിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനുള്ള പ്രവണതയാണ് കാണിക്കുന്നത്. ഇത് ഭാവനയുടെയും പ്രത്യാശയുടെയും ട്രാൻസെൻഡൻസിന്റെയും കൂടി ഒരു പ്രതീകമാണ്. എന്നാൽ ആത്മസംയമനം കൂടാതെ ഗ്രൗണ്ടിങ് ഇല്ലാതെ പറക്കാൻ ശ്രമിക്കുന്നത് വൈകാരിക അസ്ഥിരതയെയും ഒഴിഞ്ഞുമാറലിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പീറ്റർ പാൻ സിൻഡ്രോം ആരെയൊക്കെയാണ് ബാധിക്കുന്നത്? ഒരുപാട് സിംഗിൾ ചൈൽഡ് പേരൻസിന്റെ അടുത്ത്, സിംഗിൾ ചിൽഡ്രൻ അങ്ങനെയുള്ള കുട്ടികളിൽ കാണുന്നുണ്ട് ഈയിടെ. അവർക്ക് ഉത്തരവാദിത്തം എടുക്കാൻ മടി, പഠിത്തം കഴിഞ്ഞ് ജോലി കയറിയാൽ 2 മാസം കഴിയുന്ന മുമ്പേ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വീട്ടിൽ വരുന്നു, ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ റെഡിയല്ല. അങ്ങനെ പല കുട്ടികളും എൻ്റെ അടുത്ത് പേരൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് വീട്ടിലെ ഒരു ഉത്തരവാദിത്തം എടുക്കണ്ട, ജോലിയും ചെയ്യണ്ട,
ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ജോലി ചെയ്തിട്ട് വന്നിട്ട് വേണമോ ഇവിടെ കഞ്ഞി ഉണ്ടാക്കുവാൻ? അന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. അത് കഴിഞ്ഞ് അവരോട് കിടക്കും. അവർക്ക് വേറെ ഡ്രഗ്സ് അല്ലെങ്കിൽ ലിക്കർ അല്ലെങ്കിൽ പോർണോഗ്രാഫി അല്ലെങ്കിൽ അങ്ങനെയുള്ള അഡിക്ഷൻസ് ഒന്നുമില്ല. അവരെ സംബന്ധിച്ചുള്ള ഒരു പണിയും ഒരു ഉത്തരവാദിത്വം എടുക്കാൻ പറ്റില്ല. എന്റെ അങ്ങനെ 2-3 കേസുകൾ വന്നിട്ടുണ്ട്. 2-3 അല്ല, അതിൽ കൂടുതൽ കേസുകൾ വന്നു. അവർക്ക് പീറ്റർ പാൻ സിൻഡ്രോം ഉണ്ടെന്ന് നമുക്കിനി കുറച്ചും കൂടി ആഴത്തിലൊന്ന് നോക്കാം. ഇനി anyone else? Does anyone else like to share? ചെറുപ്പകാലം മുതലേ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ നൽകിക്കൊണ്ടിരിക്കുന്ന കുട്ടികളിലും ഇത് കാണാനായിട്ടുള്ള സാധ്യത. Yes sir, I am coming to that. ഇനി ഭയങ്കര പാമ്പർ ചെയ്യുന്ന ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിലും വരാൻ തോന്നുന്നു. wounded child വരുമോ? ഒത്തിരി വൂൺസ് കിട്ടുന്ന കുട്ടികൾ. സൊസൈറ്റൽ ഇൻഫ്ലുവൻസസ്, പിന്നെ ട്രോമ, ഒരുപാട് ട്രോമ. ചെറിയ കുട്ടികൾക്ക് ഒരുപാട് ട്രോമ ഉണ്ടാകും, നമ്മൾ അറിയുന്നില്ല കുട്ടികൾ ഇതുപോലെ ഹേർട്ട് ആണെന്നുള്ളത്. ഓക്കെ, then I continue. ഇത് ആരെയൊക്കെ ബാധിക്കുന്നു എന്ന ചോദ്യത്തിന് ഇത് ആരെയും ബാധിക്കാം. ക്യാൻ അഫക്ട് എനിവൺ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, റേസ് ഓർ കൾച്ചർ. എന്നിരുന്നാലും ഇത് പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സ്ത്രീകളിലും ഉണ്ട് കേട്ടോ, എന്നാലും കൂടുതൽ പുരുഷന്മാരിലാണ്. വളരാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അതിന് കഴിവില്ലെന്ന് തോന്നുന്ന ആളുകളെ ഇത് ബാധിക്കുന്നു. അതായത് മുതിർന്നവരുടെ ശരീരവും കുട്ടികളുടെ മനസ്സുമുള്ളവരെ. കുട്ടിയായിരിക്കുന്നത് മതിയാക്കി എങ്ങനെ ഒരമ്മയാകണം അല്ലെങ്കിൽ എങ്ങനെ ഒരച്ഛനാകണം എന്ന് അവർക്കറിയില്ല. ഇനിയും പീറ്റർ പാൻ സിൻഡ്രോം പോലെ തന്നെ, പീറ്റർ പാൻ സിൻഡ്രോത്തിനെ കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് തന്നെ ഞാൻ വെൻഡി സിൻഡ്രോം എന്നൊരു കാര്യമുണ്ട്. ഈ പീറ്റർ പാൻ സിൻഡ്രോം നിർവചിച്ച അതേ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഡാൻ കൈലി തങ്ങളുടെ പങ്കാളികളോടും അടുത്ത ആളുകളോടും അമ്മയെപ്പോലെ പെരുമാറുന്ന സ്ത്രീകളെ വിവരിക്കാൻ വെൻഡി സിൻഡ്രോം എന്ന വാക്ക് ഉപയോഗിച്ചു. വെൻഡി സിൻഡ്രോം ഉള്ളവർ അമിതമായ കരുതൽ കാണിക്കുന്നവരായിരിക്കും. കുട്ടിക്കാലത്ത് വെൻഡിക്ക് വേണ്ടത്ര സംരക്ഷണം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തനിക്ക് കിട്ടാതിരുന്ന സ്നേഹവും കരുതലും മറ്റുള്ളവർക്ക് നൽകാൻ അവൾ ആഗ്രഹിക്കുന്നു. എത്ര നന്നായിട്ടാണ് അവളുടെ അനിയന്മാരെ നോക്കിക്കൊണ്ടിരുന്നത്. ഇതിന്റെ ഭാഗമായി അമിതമായി സംരക്ഷിക്കുന്ന ഒരമ്മയെ പോലെ പെരുമാറാൻ തുടങ്ങുന്നു. നമ്മുടെ ചുറ്റും നമ്മൾ അങ്ങനെയുള്ള ധാരാളം മാതാപിതാക്കളെ കാണുന്നുണ്ട്. ഞാനോ എൻ്റെ ചെറുപ്പകാലത്ത് ബാല്യത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു. ഞാൻ ഒത്തിരി കിലോമീറ്റർ നടന്നാണ് സ്കൂളിലേക്ക് പോയത്. എൻ്റെ മോന് അല്ലെ എൻ്റെ മോള് അതുപോലെ കഷ്ടപ്പെടാൻ പാടില്ല. നടന്ന് മഴയൊക്കെ നനഞ്ഞ് വെയിലും കൊണ്ട് അങ്ങനെ പോകാൻ പാടില്ല. അവനെ ഞാൻ കാറിൽ എന്നും സ്കൂളിൽ കൊണ്ടാക്കുന്നു. വെൻഡി കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാക്കുകയും വസ്ത്രങ്ങൾ വൃത്തിയാക്കുകയും തുന്നിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അവർക്ക് കൃത്യമായ ഭക്ഷണക്രമമുണ്ട്, അതിനൊക്കെ ഒരു സമയമുണ്ട്. കുട്ടികൾ ഉറങ്ങുന്നതിന് മുമ്പ് കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. റിയൽ മദർ. പീറ്റർ പാനോടും ലോസ്റ്റ് ബോയ്സിനോടും അവരെപ്പോഴും പറയും, കമോൺ ബോയ്സ്, ഗ്രോ അപ്പ്. അമിതമായ ശ്രദ്ധയും അന്വേഷണവുമാണ് വെൻഡിമാർക്ക്. എല്ലാവരെയും ശ്രദ്ധിക്കുന്ന സ്വഭാവം ഉണ്ടാകും. അവരെന്ത് ചെയ്യുന്നു, എവിടെയാണെന്ന് കോൺസ്റ്റന്റ്ലി ചെക്കിംഗ് ഓൺ ദ ചിൽഡ്രൻ. ഇനിയും പങ്കാളിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അവരുടെ ബന്ധം പലപ്പോഴും പ്രണയത്തെക്കാൾ കൂടുതലായിട്ട് മാതാപിതാക്കളും കുട്ടിയും തമ്മിലുള്ള ബന്ധം പോലെയായിരിക്കും. അമിത ജോലികളൊക്കെ ഏറ്റെടുക്കും. മറ്റൊരാളുടെ പാത്രങ്ങൾ കഴുകുക, വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുക തുടങ്ങിയ ജോലികൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അവൾക്ക് എപ്പോഴും ഒരു സൂപ്പർ വുമൺ ആയി അറിയപ്പെടാനാണ് ആഗ്രഹം. മറ്റുള്ളവർക്ക് തന്നെ ആവശ്യമാണെന്ന് അവൾക്ക് തോന്നണം. മറ്റുള്ളവർക്കല്ല, അവൾക്ക് തന്നെ തോന്നണം. അവൾക്ക് ക്ഷീണമുണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. നമ്മള് ചില അമ്മമാരെ കണ്ടിട്ടില്ലേ, പണിയെടുത്ത് നടുവൊടിയും. പങ്കാളികളുടെയും കുട്ടികളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും അവർ തയ്യാറാണ്. മക്കളുടെ ഹോംവർക്ക് ഒക്കെ ചെയ്തു കൊടുക്കും. അവരുടെ പിന്നാലെ നടന്ന് എല്ലാം വൃത്തിയാക്കും. കുട്ടികളെല്ലാം വൃത്തികേടാക്കും, സ്ഥലം എല്ലാം വൃത്തികേടാക്കും, എല്ലാം ലിറ്റർ ചെയ്തിടും, സ്ഥലം എല്ലാം വൃത്തികേടാക്കി ഇട്ടാലും പുറകെ നടന്ന് വെൻഡിമാര് ക്ലീൻ ചെയ്യും. പിന്നെ അലസതയെ പ്രോത്സാഹിപ്പിക്കും. അലസവും
സ്വയം നശിക്കുന്നതുമായ സ്വഭാവങ്ങളെ ഇവള് പ്രോത്സാഹിപ്പിക്കും. അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അത് ചെയ്യുന്നത്, പക്ഷെ അത് ഇൻ ഇഫക്ട് ഇറ്റ് ഈസ് ദാറ്റ്. പീറ്റർ പാന് ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കാനായിട്ട് വളം ചെയ്തു കൊടുക്കും. അവന്റെ എല്ലാ ആവശ്യങ്ങളും അവന് വേണ്ടി നിറവേറ്റി അവനെ സ്പോയിൽ ചെയ്യും. അവഗണന സഹിക്കാൻ വെന്റിക്ക് കഴിയില്ല. ഒറ്റപ്പെടുന്നതും വളരെ പേടിയാണ്. എന്നെ മറ്റുള്ളവർക്ക് ആവശ്യമില്ലാതാകുമോ, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, അതാണ് വെന്റിയുടെ കോൺസ്റ്റന്റ് ഫിയർ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ആളാണ് ഞാൻ എന്ന് ചിന്തിക്കാനാണ് വെന്റിമാർക്ക് ഇഷ്ടം. വെന്റി സിൻഡ്രോം പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും നല്ല ഉദ്ദേശങ്ങളൊക്കെ തന്നെയായിരിക്കും. അവർ പിന്തുണ നൽകുകയാണെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യും. എങ്കിലും ഒരു പീറ്ററും ഒരു വെന്റിയും പരസ്പരം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അവർ കോഡിപ്പെൻഡൻസിൽ, അതായത് പരസ്പര ആശ്രിതത്വത്തിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഞാൻ ഏതാനും എക്സാമ്പിൾസ് പറയാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ തന്നെ പീറ്റർ പാൻ ഉണ്ടെന്നുള്ളത്. സാറ് പറഞ്ഞ ഉദാഹരണമായിട്ട് സാമ്യമുണ്ട്. 35 വയസ്സുള്ള ഒരു പുരുഷൻ ഇപ്പോഴും മാതാപിതാക്കളുടെ കൂടെ ജീവിക്കുന്നു. വീട്ടുപണികളിലൊന്നും സഹായിക്കില്ല. ജോലി ലഭിച്ചാലും ബോറടിക്കുന്നു, അല്ലെങ്കിൽ അമിത ഭാരമുള്ള ജോലി എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് റിസൈൻ ചെയ്യും. പണിയൊന്നും ചെയ്യാതെ ആർമാദിച്ച് നടന്ന് തന്റെ എല്ലാ ചെലവുകളും മാതാപിതാക്കൾ ഏറ്റെടുക്കും എന്നാണ് അയാളുടെ പ്രതീക്ഷ. ഇങ്ങനെയുള്ളവരെ നമ്മൾ ചുറ്റും കാണാറില്ലേ? ഒരു ജോലിക്കും പോയില്ല, പോയാൽ തന്നെ അധികം നാള് പോയില്ല. ഇങ്ങനെയുള്ളവർക്ക് ദേ ആർ എഫ്രൈഡ് ഓഫ് കമ്മിറ്റ്മെന്റ്. ഒരു 23 വയസ്സുള്ള ഒരു സ്ത്രീയാണ് പല ഷോർട്ട് ടേം ബന്ധങ്ങളിലും ഏർപ്പെടുന്നു. എന്നാൽ കാര്യങ്ങളൊക്കെ ഒരു ഗൗരവമാണെന്ന് കാണുമ്പോഴേക്ക് അവൾ പതുക്കെ പിന്മാറും. അവൾ പറയുന്നത് എന്താണെന്നറിയാവോ? വിവാഹം ഒരു കെണിയാണ്, അല്ലെങ്കിൽ എനിക്കെന്നും അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇത് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത എത്രയോ യുവാക്കന്മാരെയാണ് നമ്മൾ ചുറ്റും കാണുന്നത്. എന്തുകൊണ്ടാണ് അവർ കല്യാണം കഴിക്കാത്തത്? ഇതിന്റെ പ്രധാന കാരണം അവർക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഞങ്ങളുടെ ഇവിടെയല്ല, സ്റ്റേറ്റ്സില് ഞങ്ങളുടെ ഒരു നെയ്ബർ കല്യാണം കഴിച്ചു. ആദ്യം കല്യാണം കഴിച്ചില്ല, ഇറ്റ് വാസ് ലിവിങ് ടുഗെദർ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു ഇനി കുട്ടികളൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചു. കുട്ടികളെ വളർത്തുന്നതിന് പകരം അവര് 2 പട്ടികളെ വളർത്തുന്നു. അപ്പം പട്ടികളാകുമ്പോൾ അത്രയും കമ്മിറ്റ്മെന്റ് വേണ്ടല്ലോ, തിരിച്ച് സ്നേഹിക്കുകയും ചെയ്യും. പിന്നെ ഈ ഒരാള് തന്റെ അധിക സമയം, ഇങ്ങനെയുള്ള ഈ പീറ്റർ പാൻ സിൻഡ്രോം ഉള്ള ആളുകള് കൂടുതൽ സമയവും വീഡിയോ ഗെയിം കളിക്കും, കൂട്ടുകാരുമായി കറങ്ങാനായിട്ട് ചെലവാക്കും, പണം സമ്പാദിക്കുകയോ അല്ലെങ്കിൽ ഭാവിക്ക് വേണ്ടി കരുതുകയോ അല്ലെങ്കിൽ ബില്ലുകൾ അടയ്ക്കുകയോ തുടങ്ങിയ ഗ്രോണപ്സിന്റെ കാര്യങ്ങളിലൊന്നും അവർക്ക് താല്പര്യമേ ഇല്ല, അവർക്കത് ഇഷ്ടമില്ല. പിന്നെ ഇങ്ങനെയുള്ള പീറ്റർ പാനിനെയൊക്കെ ആരെങ്കിലും ചെറുതായിട്ടൊന്ന് വിമർശിച്ചെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോദ്യം ചെയ്താലേ അതിന് ആനുപാതികമല്ലാത്ത രീതിയിൽ പൊട്ടിത്തെറിക്കും, പ്രതികരിക്കും, ദേഷ്യപ്പെടും, ശബ്ദമുയർത്തി കയർത്ത് സംസാരിക്കും, പ്രതിഷേധം കാണിച്ച് അല്ലെങ്കിൽ വാക്കൗട്ട് നടത്തും. കയർക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ വാക്കൗട്ട് നടത്തും. എന്നിട്ട് പറയും എല്ലാവരും എപ്പം നോക്കിയാലും എനിക്കെതിരാണ്. ഇതൊക്കെ ഈ ഇമോഷണൽ ഇമ്മച്യൂരിറ്റിയുടെ ലക്ഷണങ്ങളാണ്. പീറ്റർ പാൻ ഇമോഷണലി മെച്യൂർ അല്ല. ഇനി ഒരു 23 വയസ്സുള്ള ഒരു സ്ത്രീയുടെ കാര്യം പറയാം. ആ സ്ത്രീ എന്ത് കാര്യം ചെയ്യാനാണെന്നൊരില് ഒന്നുകിൽ ഹസ്ബൻഡിനോട് ചോദിക്കും. ഹസ്ബൻഡിനോട് ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ വിളിച്ച് അവരോട് ചോദിക്കും. സ്വന്തമായിട്ട് ഒരു തീരുമാനവും എടുക്കില്ല. അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇവർ തീരുമാനം എടുക്കുന്നത്? ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം പോലും അവർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. സാമ്പത്തികമായും വൈകാരികമായും ഉള്ള എല്ലാ പ്രശ്നങ്ങളും ഒന്നിയിലെ മാതാപിതാക്കളെ അല്ലെ ഹസ്ബൻഡ് അല്ലെ വൈഫ് സോൾവ് ചെയ്യുമെന്ന് ഇങ്ങനെയുള്ള ആളുകളെ കരുതും. പിന്നെ ഇവർക്ക് അൺസ്റ്റേബിൾ
വർക്ക് ലൈഫാണുള്ളത്. അവരുടെ എഡ്യൂക്കേഷനും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു യുവാവ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ചേരുന്നു. സ്വാഭാവികമായിട്ടും 4 വർഷം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ 4 വർഷം പോയി, 5 വർഷം പോയി, 6 വർഷം കഴിഞ്ഞാലും കോഴ്സ് ഒന്നും തീരുകയില്ല. 10ഉം 18ഉം ബാക്ക് പേപ്പറൊക്കെ അങ്ങനെ അങ്ങ് കിടക്കുകയാണ്. അല്ലെങ്കിൽ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കില്ല. എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കില്ല. പിന്നെ ഈ പഠിക്കുന്ന കുട്ടിയെക്കുറിച്ച് ആരെങ്കിലും അമ്മയോട് ചോദിച്ചാലേ ആ വെന്റി അമ്മ എന്ത് പറയുമെന്നറിയാവോ? ഓ, അവനെ പലതും ട്രൈ ചെയ്യുക. ഒരു കോഴ്സ് ട്രൈ ചെയ്ത് അത് അവന് പറ്റുന്നില്ല. ഹീസ് എക്സ്പ്ലോറിംഗ് പോസിബിലിറ്റീസ് എന്നാണ് പറയണത്. വളരെ നന്നായിട്ടാണ് പറയുന്നത്, എക്സ്പ്ലോറിംഗ് പോസിബിലിറ്റീസ്. അവസാനം ഒരു ഡിഗ്രിയും ഇല്ലാതെ അവന് തട്ടിന്റെ മുകളിലിരിക്കും. പിന്നെ വേറൊരു ഉദാഹരണം പറയാം. 36 വയസ്സായ ഒരു വ്യക്തി ടീനേജേഴ്സിനെ പോലെ വസ്ത്രം ധരിക്കുന്നു. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? തന്നെക്കാൾ പ്രായം കുറഞ്ഞവരുമായി മാത്രം കൂട്ടുകൂടുന്നു. പേരന്റിങ്, ടാക്സ്, ഭവന വായ്പ തുടങ്ങിയവയൊക്കെ വയസ്സന്മാരുടെ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് കളിയാക്കാനും കൂടി തുടങ്ങും. പൊതുവെ പീറ്റർ പാൻ സിൻഡ്രം ഉള്ളവർക്ക് കൗമാരവും യൗവനവും ഒക്കെ പിന്നിട്ട് കഴിയുമ്പോൾ വല്ലാത്തൊരു നഷ്ടബോധം തോന്നും. അതിവിടെ പറഞ്ഞായിരുന്നല്ലേ. ഇപ്പം നമുക്ക് പ്രായമായി, ഞങ്ങൾക്കൊക്കെ പ്രായമായി. അപ്പം നമുക്കിനിയും തിരികെ കൊണ്ടുവരാനായിട്ട് ആ കൗമാരം കൗമാരം വേണ്ട, പോട്ടെ, യൗവനം അതൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ എന്നോർക്കുമ്പോൾ ഒരു വിഷമം തോന്നും. അപ്പോൾ നമുക്കും ഉണ്ട് കുറച്ചൊക്കെ പീറ്റർ പാൻ സിൻഡ്രോം. പാത്രങ്ങളും അലക്കാനുള്ള തുണികളും കഴുകാതെ കൂട്ടിയിടുന്നു. അവസാനം വൃത്തിയുള്ളതൊന്നും വീട്ടിൽ കാണുകയില്ല. വസ്ത്രവും കാണുകയില്ല വൃത്തിയുള്ളത്, അതുപോലെ തന്നെ പ്ലേറ്റും കാണുകയില്ല വീട്ടില് വൃത്തിയുള്ളതായിട്ട്. പിന്നെ ബുദ്ധിമുട്ടുള്ള ഫോൺ കോളുകളൊക്കെ ചെയ്യാനായിട്ട് അവരെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും വിളിക്കും. ഇപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടിയാണെന്ന് വിചാരിച്ചു, ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാനായിട്ടാണ്. അപ്പം അത് സ്വയം ചെയ്യില്ല. ഈ 30 വയസ്സുള്ള മകനെ അത് ചെയ്യില്ല. അതിന് അമ്മയെ വിളിക്കും. 65 വയസ്സുള്ള അമ്മയെ വിളിക്കും. അമ്മ, എനിക്ക് വേണ്ടി ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തതാണ്. പിന്നെ ഇവർക്ക് ദൈനംദിന ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ 3 പ്രായോഗിക ജീവിത നൈപുണ്യങ്ങൾ പോലും ഇല്ല. ടൈം മാനേജ്മെന്റ് സ്കിൽ, മണി മാനേജ്മെന്റ് സ്കിൽ, റിസോഴ്സ് മാനേജ്മെന്റ് സ്കിൽ. ഇനി ബന്ധങ്ങളില് ഈ പീറ്റർ പാൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പീറ്റർ പാൻ പ്രണയബന്ധങ്ങളെ ഭയപ്പെടുന്നു. അവന് വളരെ വിരസമായിട്ട് തോന്നും, ബോറിംഗ് ആയിട്ട് തോന്നും. തുടർച്ചയായിട്ട് കാഷ്വൽ സെക്സിൽ ഏർപ്പെടാനാണ് ഇവന് ആഗ്രഹം. കുട്ടികളോ, അയ്യോ, വേണ്ടേ വേണ്ട. അതിന് ഉത്തരവാദിത്വം ആവശ്യമാണ്. ഒറ്റയ്ക്ക് കഴിയുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ബന്ധം വളരെ അടുത്തോ ഗൗരവമുള്ളതോ ആകുമ്പോൾ അവര് പങ്കാളിയെ മാറും. യഥാർത്ഥ സ്ത്രീകളുമായുള്ള ബന്ധത്തിനേക്കാളും കൂടുതൽ ഇവരാഗ്രഹിക്കുന്നത് പോണോഗ്രഫിയാണ്. അത് അവന് ആവേശം നൽകുന്നു. കാരണം യഥാർത്ഥ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിന് ഒരു കുറച്ചെങ്കിലും കമ്മിറ്റ്മെന്റ് വേണം. അതവനില്ല. പിന്നെ അതുപോലെ തന്നെ റൊമാൻറ്റിക് പങ്കാളിയെ ഒരു പാർട്ട്ണറായിട്ടൊന്നും അല്ല കാണുക, ഒരു മദർ ഫിഗറായിട്ടായിരിക്കും കാണുന്നത്. ഇനിയും പീറ്റർ പാന് അച്ഛനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് തോന്നുന്നു നോക്കാം. വളരെ പിരിമുറുക്കമുള്ളതായിരിക്കും അച്ഛനുമായിട്ടുള്ള ബന്ധം. അവന് അച്ഛനിൽ നിന്ന് അകലം തോന്നുകയും പുരുഷന്മാരായിട്ടുള്ള അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവരോട് ഇടപഴകാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുകയും ചെയ്യും. അത് ശരിക്കും അച്ഛനുമായിട്ടുള്ള ഒരു പരിധിവരെ ആ ഈഡിപ്പൽ കോംപ്ലക്സ് റിസോൾവ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടും കൂടി ആകാം അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നത്. സ്വന്തം പിതാവിനോട് വെറുപ്പ് തോന്നും. പിതൃതുല്യവരായവരിൽ നിന്ന് ഒരു അകലം തോന്നും. ഔദ്യോഗിക പദവിയോ അല്ലെങ്കിൽ അധികാരക്രമം ഉദ്ദേശിക്കുന്നത് ഹൈറാർക്കിയോടോ ഒന്നും അവന് ഒരു ബഹുമാനമേ ഇല്ല. അവൻ പറയുന്നത് ഇങ്ങനെയാണ്: ആരും എന്നെ ഭരിക്കുന്നത് എനിക്കിഷ്ടമില്ല, ഞാനാണ് ഇവിടെ ബോസ്. ബോസിന്റെ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ അവന് ബുദ്ധിമുട്ടാണ്. നെഗറ്റീവായ അഭിപ്രായങ്ങളും ഇവാലുവേഷനും ഒക്കെ അവന് ഭയമാണ്. ഒരു പ്രത്യേക മേഖലയിലും കഴിവുകളൊന്നും വളർത്താതെ പലപ്പോഴും
തൊഴിൽ മേഖലകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മറ്റൊരു പദ്ധതിയും ഇല്ലാതെ അവർ ജോലി ഉപേക്ഷിക്കുകയും വേറൊരു ജോലി കിട്ടിയിട്ടൊന്നുമല്ല, അല്ലാതെ തന്നെ അവർ ജോലി ഉപേക്ഷിക്കും. പിന്നെ അതുപോലെ തന്നെ പാർട്ട് ടൈം ജോലിയാണ് ഇഷ്ടം. പിന്നെ കുറഞ്ഞ പ്രതിബദ്ധതയുള്ള ജോലിക്ക് ഏറ്റവും മുൻഗണന കൊടുക്കും. വിനോദത്തിനും കളിക്കും ഉത്തരവാദിത്തങ്ങളെക്കാൾ കൂടുതൽ മുൻഗണന കൊടുക്കും. പീറ്റർ പാന് ഒരു കാര്യഗൗരവമില്ലാത്ത കുട്ടിയാണ്. അവന് എപ്പോഴും തമാശയും സന്തോഷവും മാത്രം മതി. നിരന്തരമായ ഉല്ലാസങ്ങളും വിനോദങ്ങളും തേടിപ്പിടിക്കാൻ അവൻ പരമാവധി ശ്രമിക്കും. ഇന്ന് നമ്മുടെ ചുറ്റും നോക്കിയാൽ പല സ്ത്രീകളും പുരുഷന്മാരും വീഡിയോ ഗെയിം, ആൽക്കഹോൾ, ഡ്രഗ്സ്, സോഷ്യൽ മീഡിയ തുടങ്ങിയ വിനോദങ്ങളിൽ മുഴുകി ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ശ്രമിക്കുന്നു. ജീവിതത്തിൽ ആകെ ഒരു ലക്ഷ്യമേ അവർക്കുള്ളൂ: ആസ്വദിക്കുക, മതിയാവോളം ജീവിതം ആസ്വദിക്കുക. സ്വന്തമായ അഭിപ്രായമില്ലാതെ മറ്റുള്ളവരെ അനുകരിക്കും. സ്വന്തമായി ആശയങ്ങൾ കണ്ടെത്താനോ ആലോചിക്കാനോ മടിയായതുകൊണ്ട് ലജ്ജയില്ലാതെ മറ്റുള്ളവരുടെ ആശയങ്ങളൊക്കെ അങ്ങ് കടമെടുക്കും. ഉത്തരവാദിത്തമില്ലാത്തവരും പ്രതിബദ്ധത ഇല്ലാത്തവരുമാണെങ്കിലും മറ്റുള്ളവരെക്കാൾ ഉയർന്നവനാണെന്ന് അഭിമാനിക്കാൻ വേണ്ടി പദവികളും ഉന്നത സ്ഥാനങ്ങളും ഒക്കെ നിലനിർത്തും. ഞാനൊരു ഉദാഹരണം പറയാം. ഈ കോളേജുകളിലൊക്കെ ഇതാണ് എനിക്ക് കൂടുതൽ അറിയാവുന്നത്. ഞങ്ങളുടെ കോളേജിലെ കാര്യമല്ല, വേറെ കോളേജിലെ കാര്യം പറയണം കേട്ടോ. ചില കോളേജുകളിലൊക്കെ, എല്ലാ കോളേജുകളിലും തന്നെ ഒരു സീനിയോറിറ്റി അനുസരിച്ചാണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആകുക, അല്ലെ പ്രിൻസിപ്പളൊക്കെ ആകുക. അപ്പോൾ ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, കുട്ടികളോട് യാതൊരു സ്നേഹവുമില്ല, ഒട്ടും എഫിഷ്യന്റ് അല്ല. എന്നാലും അവന്റെ അല്ലെങ്കിൽ അവരുടെ ടേൺ വരുമ്പോൾ അവരെന്ത് ചെയ്യും? ആ കസേര അലങ്കരിക്കാനായിട്ട് അവിടെ കയറിയിരിക്കും. ആ പദവി അവർക്ക് അലങ്കരിക്കണം. they want to just show themselves as someone important. ഇനി പീറ്റർ പാൻ സിൻഡ്രോം ഉണ്ടാകാനായിട്ടുള്ള ഒരു 8-10 കാരണങ്ങളുണ്ട്. അതും കൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അതില് പേരന്റിങ് രീതിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിവിടെ സൂചിപ്പിക്കുകയുണ്ടായി പേരന്റിങ്ങിനെ കുറിച്ച്. അതിലെ 2 തരം പേരന്റിങ് ആണ് അതിലെ കൾപ്രിറ്റ്. അതില് പെർമിസീവ് പേരന്റിങ്, അമിതമായി സ്വാതന്ത്ര്യം നൽകുന്ന രക്ഷാകർതൃത്വ രീതി. ഈ ശൈലിയിൽ വളരുന്ന കുട്ടികൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്തും ചെയ്യാനുള്ള അനുവാദമുണ്ടാകും. കൂടാതെ തങ്ങളുടെ പ്രവൃത്തികൾക്ക് കൃത്യമായ ഒരു കോൺസിക്വൻസ് ഉണ്ടാകില്ല. അതിന് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരില്ല. ഇത് കുട്ടികളിൽ എന്തും ചെയ്യാം എന്ന ചിന്താഗതി വളർത്തും. അതിനാൽ തങ്ങൾക്ക് എല്ലാം ലഭിക്കാൻ അർഹതയുണ്ടെന്ന മനോഭാവം അവർക്ക് കൈവരും. ഈ മനോഭാവം വ്യക്തിപരമായും മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇനിയത്തെ മറ്റൊരു പേരന്റിങ് രീതി അമിത സംരക്ഷണം നൽകിയുള്ള രക്ഷാകർതൃത്വമാണ്. അതിനെ ഓവർ പ്രൊട്ടക്റ്റിംഗ് പേരന്റിങ് എന്ന് പറയും. അമിതമായി സംരക്ഷിക്കുന്ന ഈ രീതിക്ക് നമ്മൾ ഹെലികോപ്റ്റർ പേരന്റിങ് എന്നും പറയും. ഹെലികോപ്റ്റർ ഒരു സ്ഥലത്ത് വട്ടമിട്ട് പറക്കുന്നത് പോലെ മാതാപിതാക്കൾ കുട്ടികളുടെ ജീവിതത്തെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യും. അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയും ചെയ്യും. ഇവിടെ കുട്ടികളെ വളർത്തുന്നത് പുറം ലോകം വളരെ അപകടം നിറഞ്ഞതാണ് എന്ന് വിശ്വസിപ്പിച്ചാണ്. മാതാപിതാക്കൾ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും അമിതമായി ഇടപെട്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന രീതിയാണിത്. ഇത് കുട്ടികൾക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവോ ആത്മവിശ്വാസമോ വളർത്തുന്നതിന് തടസ്സമായേക്കാം. ഇത്തരം വളർത്തൽ രീതി കുട്ടികളിൽ ആത്മാഭിമാനക്കുറവ്, സ്വാതന്ത്ര്യമില്ലായ്മ, പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവില്ലായ്മ, ആങ്സൈറ്റി എന്നിവയ്ക്ക് കാരണമാകും. ഇനി ചെറിയ പരാജയങ്ങൾ അനുഭവിക്കാത്തത് കൊണ്ട് ജീവിതത്തിന്റെ സാധാരണ ഭാഗങ്ങളായ നിരാശ, മടുപ്പ്, തിരിച്ചടികൾ എന്നിവയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് യാതൊരു കഴിവും ഉണ്ടായിരിക്കുകയില്ല. മാതാപിതാക്കളുടെ നിരന്തരമായ മേൽനോട്ടമില്ലാതെ ലോകം സുരക്ഷിതമല്ലാത്ത ഒരിടമാണെന്നും തങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്നും അവർക്ക് തോന്നിയേക്കാം. ഇത്തരം കുട്ടികൾക്ക്
അഡൽട്ട് ലൈഫിലേക്ക് വിജയകരമായി മാറാൻ ആവശ്യമായ മാനസികാവസ്ഥയോ കഴിവുകളോ വളർന്നു വരുന്നില്ല. ഈ ആങ്സൈറ്റി ആണ് മറ്റൊരു കാരണം. പ്രായപൂർത്തിയിലേക്കുള്ള വിജയകരമായ പരിവർത്തനത്തിന് ഉത്കണ്ഠ ഒരു തടസ്സമാണ്. സ്വയം തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും ലാഭകരമായ തൊഴിൽ കണ്ടെത്താനും ഉത്കണ്ഠ ഒരു പ്രശ്നമായിട്ട് അവശേഷിക്കുന്നു. അമിത ഉത്കണ്ഠ പീറ്റർ പാൻ സിൻഡ്രോമിന് കാരണമാണ്. സ്നേഹവും പിന്തുണയും തേടി ഏകാന്തത ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ യുവാക്കൾ ബാല്യത്തിലേക്ക് പിന്നോട്ട് പോകും. ദ റിഗ്രസ്. എന്നിട്ട് കുട്ടിയെ പോലെ പെരുമാറുകയും ശ്രദ്ധ നേടാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ റിഗ്രഷൻ അപക്വമായ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. പിന്നെ പ്രതിബദ്ധതയോടുള്ള ഭയം, ജോലി, ബന്ധങ്ങൾ, വീട് തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കാനായിട്ട് ഇക്കൂട്ടർക്ക് ഭയമാണ്. അവസരങ്ങൾ ഏറ്റെടുക്കുന്നതിന് പകരം എങ്ങനെ അത് ഒഴിവാക്കാൻ പറ്റും എന്നാണ് അവർ ആലോചിക്കുന്നത്. ഇനിയും പീറ്റർ പാൻ സിൻഡ്രോമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഘടകമാണ് നാർസിസിസം അഥവാ ആത്മാനുരാഗം. ഈ നാർസിസം പ്രകടമാക്കുന്നവർ വിശ്വസിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് താൻ രാജകീയമായ പരിഗണനയ്ക്ക് അർഹനാണെന്നാണ്. അവരുടെ മനസ്സിൽ അവർ മാത്രമാണ് പ്രധാനപ്പെട്ടത്. അവർക്ക് വേണ്ടത് നേടുന്നതിനായി ഏത് വില കൊടുത്തും മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. പീറ്റർ പാൻ സിൻഡ്രോം ഉള്ളവര് നാർസിസിസ്റ്റിനെ പോലെ സ്വാർത്ഥരും പരിഗണന ഇല്ലാത്തവരുമാണ്. ദേ ആർ സെൽഫിഷ് ആൻഡ് ഇൻകൺസിഡറേറ്റ് ലൈക്ക് എ നാർസിസിസ്റ്റ്. ഈ NPD എന്ന് പറഞ്ഞാൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ mental health disorder in DSM-5. Someone with Peter Pan syndrome may or may not have NPD. ഇനി enabling behavior, അതായത് പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവം. ഈ പീറ്റർ പാൻ സിൻഡ്രോം നിലനിൽക്കണമെങ്കിൽ മറ്റൊരു കക്ഷിയും കൂടി ആവശ്യമാണ്. അയാളെ നമ്മൾ എനേബിളർ എന്ന് വിളിക്കും. The enabler finds excuses for the enabled. ഞാൻ ഒരു ഉദാഹരണം പറയാം. അമ്മമാര് പറയുന്നത് കേട്ടിട്ടില്ലേ? ഓ, വിട്ടുകള, അതൊരു ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടി പാവമല്ലേ, പോട്ടെ. So the enabler finds excuses for the enabled. The enabler is Wendy. The enabled is Peter Pan. ഈ പ്രോത്സാഹനം, ഈ എനേബിളിംഗ് പ്രശ്നങ്ങളുള്ള വ്യക്തിയെ അതേ അവസ്ഥയിൽ തന്നെ നിലനിർത്തുന്നു. അൾട്ടിമേറ്റ്ലി ദി എനേബിളർ ആൻഡ് ദി എനേബിൾഡ് വിൽ സഫർ. ഇനി മറ്റൊരു കാരണം ജെൻഡർ റോൾസ് ആണ്. പീറ്റർ പാൻ സിൻഡ്രോം കൂടുതലായും പ്രകടമാകുന്നത് പുരുഷന്മാരിലാണെന്നുള്ളതിന് ജെൻഡർ റോൾസിന് ഒരു പ്രധാന പങ്കുണ്ട്. വീട്ടുജോലികളും ശിശുപരിപാലനവും സ്ത്രീകളുടെ കടമ എന്നാണല്ലോ സമൂഹം പരക്കെ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യം. പങ്കാളികൾ കുട്ടികളെ പോലെ പെരുമാറിയാലും സ്ത്രീകൾ അവരെ പിന്തുണയ്ക്കണം, പരിപാലിക്കണം എന്ന പ്രതീക്ഷ ഒട്ടുമിക്ക സമൂഹത്തിലും ഉണ്ട്. ആത്യന്തികമായി ഈ സാമൂഹിക റോളുകൾ, ഈ സൊസൈറ്റൽ റോൾസ് പീറ്റർ പാൻ സിൻഡ്രോമിനെ പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇനി മാനസികാരോഗ്യ നിർണയം. 18 വയസ്സാകുന്നതോടുകൂടി ഒരു പരിധിവരെ മക്കൾ സ്വതന്ത്രരാകും എന്നാണ് അവരെ വളർത്തുന്നവരെ പ്രതീക്ഷിക്കുന്നത്. ആ ലെവൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ ഷെയിം, ഗിൽറ്റ്, ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകും. ഇത് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് മാനസിക രോഗങ്ങളിലേക്ക് പോകാം. ആൽക്കഹോളിസം, ഡ്രഗ് അഡിക്ഷൻ ഒക്കെ ഉണ്ടായേക്കാം അതിന്റെ ഫലമായിട്ട്. പിന്നെ പ്രതീക്ഷകളുടെയും സമ്മർദ്ദങ്ങളുടെയും ഇടയിൽപ്പെട്ട് ഈ വലിയ ലോകത്ത് ചെറുപ്പക്കാർക്ക് ദിശാബോധം നഷ്ടപ്പെടാനും ഇടയുണ്ട്. വഴിതെറ്റിപ്പോകാൻ വളരെ എളുപ്പമാണ്. ജീവിതത്തിൽ കുടുങ്ങിപ്പോയ പോലെ തോന്നും. കുടുങ്ങിപ്പോയാൽ പീറ്റർ പാൻ പിന്നെ
എങ്ങനെ വളരാൻ പറ്റും? പീറ്റർ പാൻ സിൻഡ്രോം ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ കാരണങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടുന്നതിനും വ്യക്തിഗത വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ആദ്യ പടിയായിരിക്കും. വെല്ലുവിളികളെ നേരിടാൻ അവർക്ക് മാർഗനിർദ്ദേശവും മേൽനോട്ടവും ആവശ്യമാണ്. ഇവിടെയാണ് കൗൺസിലിങ്ങും സൈക്കോതെറപ്പിയും ഒക്കെ ആവശ്യമാകുന്നത് പീറ്റർ പാൻ സിൻഡ്രോം പരിഹരിക്കാൻ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി. പീറ്റർ പാൻ സിൻഡ്രോം നേരിടുന്ന വ്യക്തികളെ സഹായിക്കുന്നതിന് വേണ്ടി വിവിധ ചികിത്സാ സമീപനങ്ങളുണ്ട്, തെറപ്യൂട്ടിക് അപ്രോച്ചസ് ഉണ്ട്. ചികിത്സ സാധാരണയായിട്ട് വ്യക്തിയുടെ പ്രത്യേക പ്രശ്നങ്ങളെയോ അവയ്ക്ക് കാരണമാകുന്ന അടിസ്ഥാനപരമായ കാരണങ്ങളെയോ കേന്ദ്രീകരിച്ചായിരിക്കും ചെയ്യുക. അതില് ഒന്ന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയാണ് CBT. മുതിർന്നവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടി കാണിക്കുന്നതിന് കാരണമാകുന്ന ഈ തോട്ട്സ് പാറ്റേൺ എന്തെല്ലാമാണെന്ന് തിരിച്ചറിയാനും അവയെ ചോദ്യം ചെയ്യാനും ക്ലയന്റിനെ നമ്മൾ സഹായിക്കും. ഭയങ്ങളെയും ഉത്കണ്ഠയെയും നേരിടാനുള്ള പുതിയ വഴികൾ ചെയ്യാനായിട്ട് CBT സഹായിക്കും. ഈ സെൽഫ് ഡിഫീറ്റിംഗ് തോട്ട്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സ്വയം തോൽപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിന്തകളെയും പെരുമാറ്റങ്ങളെയും ആരോഗ്യപരമായ ചിന്തകളാലും പ്രവൃത്തികളാലും മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ക്ലയൻസിനെ പ്രാപ്തരാക്കും. പിന്നെ വളരെ ഫലപ്രദമായ ഒരു ചികിത്സയാണ് EMDR, ഐ മൂവ്മെന്റ് ഡീസെൻസിറ്റൈസേഷൻ ആൻഡ് റീപ്രോസസിംഗ് തെറപ്പി. വ്യക്തികളില് പരിഹരിക്കപ്പെടാത്ത ബാല്യകാല ട്രോമയെ പ്രോസസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ബാല്യകാലത്ത് ധാരാളം ട്രോമ ഉണ്ടാകുമെന്ന് ഇവിടെ സാർ സൂചിപ്പിച്ചായിരുന്നല്ലോ. ഈ ആഘാതങ്ങളായിരിക്കാം വൈകാരിക പക്വതയെ തടസ്സപ്പെടുത്തുന്നതും. ഇത്തരം ആന്തരിക മുറിവുകളെ സുഖപ്പെടുത്തുന്നതിലൂടെ വ്യക്തിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും കഴിയും. EMDR പീറ്റർ പാനിന്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നു. പിന്നെ ചില ഗ്രോണപ്സ് ഒക്കെ നമ്മുടെ അടുത്ത കൗൺസിലിങ്ങിന് വരുമ്പോൾ അവരുടെ ബാല്യകാല ട്രോമ എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് പറയാനുള്ള കഴിവുണ്ടായിരിക്കില്ല, അവർ ഓർക്കുന്നുണ്ടാവില്ല, അത് അവര് മറന്നു പോയിട്ടുണ്ടാകും. അവര് മറക്കാനായിട്ടാണല്ലോ ശ്രമിക്കുന്നത്, മനസ്സങ്ങനെയാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള അവസരത്തില് ഈ EMDR വഴി ഇവർക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും തെറപ്പിസ്റ്റിന് അവരുടെ ട്രോമ പ്രോസസ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊന്ന് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. മൈൻഡ്ഫുൾനെസ്, ഡിസ്ട്രസ് ടോളറൻസ്, ഇമോഷണൽ റെഗുലേഷൻ, വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള കഴിവുകൾ, പിന്നെ ലൈഫ് സ്കിൽസ് ഒക്കെ വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതാണ് ലൈഫ് സ്കിൽസ്. അതില് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും അവ നേടാനും സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും നമ്മൾ ക്ലയൻസിനെ സഹായിക്കും. ഇനി ലാസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫാമിലി ആൻഡ് കപ്പിൾ തെറപ്പിയാണ്. ധാരാളം തെറപ്പികളുണ്ട്, പക്ഷെ ഈ ഫാമിലി ആൻഡ് കപ്പിൾ തെറപ്പിയോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. കുടുംബങ്ങൾക്ക് പരസ്പരം കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുന്നതിനും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ആരോഗ്യപരമായ കമ്മ്യൂണിക്കേഷൻ ഹാബിറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുമായിട്ട് ഫാമിലി തെറപ്പി സഹായിക്കും. കുടുംബത്തിനുള്ളിലെ അനാരോഗ്യപരമായ റിലേഷൻഷിപ്പ് പാറ്റേൺസും ബൗണ്ടറികളും ഒക്കെ തിരിച്ചറിയാനും അതൊക്കെ മാറ്റിയെടുക്കാനും ഫാമിലി തെറപ്പി വളരെ പ്രയോജനകരമാണ്. പീറ്റർ പാൻ സിൻഡ്രോം ഒരു പ്രണയബന്ധത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് കോ ഡിപ്പെൻഡൻസ് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ബന്ധത്തിലെ താളം വീണ്ടെടുക്കാനും കപ്പിൾ തെറപ്പി സഹായിക്കും. ഇരുവർക്കും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും പരസ്പരം പിന്തുണ നൽകാനും കപ്പിൾ തെറപ്പി സഹായിക്കും. ഇനി ടു കൺക്ലൂഡ്, പീറ്റർ പാൻ സിൻഡ്രോം
കേവലം ഫോർ എവർ യങ് ആയിരിക്കുക അല്ലെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. ഇത് കേവലം വളരാൻ വിസമ്മതിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യമല്ല. ഇത് വൈകാരിക മുറിവുകളെയും ഭയങ്ങളെയും വികാസപരമായ വിടവുകളെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. ഇനി മാനസികാരോഗ്യ വിദഗ്ധർ എന്ന നിലയിൽ ഈ വ്യക്തികളെയൊക്കെ ഒളിച്ചോട്ടത്തിൽ നിന്നും സ്വയം ശാക്തീകരണത്തിലേക്ക് നയിക്കാനായിട്ട് സഹാനുഭൂതിയും ഉൾക്കാഴ്ചയും മാർഗനിർദ്ദേശവും ഒക്കെ നൽകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ഈ വെബിനാർ ഓർഗനൈസ് ചെയ്തവരെയും ഇതിൽ സജീവമായി പങ്കെടുത്ത എല്ലാവരെയും, എല്ലാ പാർട്ടിസിപ്പൻസിനെയും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും ചോദ്യങ്ങളുള്ളവർക്ക് ചോദിക്കാം. അത് കഴിഞ്ഞാൽ ഫീഡ്ബാക്സ് കൊടുക്കാം. ടോമി സർ. ചോദ്യങ്ങളല്ല, ഞാൻ മാഡത്തിന്റെ ക്ലാസ് വളരെ നന്നായി, വളരെ പുതിയൊരു ടേമാണ് കേട്ടത്. വളരെ നന്നായിരുന്നു. എൻ്റെ ഒരു അനുഭവം കൂടെ ഷെയർ ചെയ്യുക മാഡത്തിന്റെ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ട്. എൻ്റെ ഓഫീസിൽ എനിക്ക് ഒരു ഓഫീസിൽ അഡീഷണൽ ചാർജ് ഉണ്ടായിരുന്നു. അഡീഷണൽ ചാർജ് ഉള്ളിടത്തേക്ക് വേറൊരു ഓഫീസറെ പോസ്റ്റ് ചെയ്തു. അവിടേക്ക് ഒരു പുതിയ കുട്ടിയാണ്, പുതിയ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഒരു പുതിയ കുട്ടിയെ ആണ് ചാർജ് എടുക്കാനായിട്ട്, പുതിയ പോസ്റ്റിംഗ് ആയിരുന്നു. അദ്ദേഹം ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ ഫാദറിന്റെ കൂട്ടത്തിലാണ്. ഫാദർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മാഷായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ മാഷ് വന്നിട്ട് പിന്നെ ട്രാൻസ്ഫർ ഓഫ് ചാർജിന്റെ പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഇദ്ദേഹം എല്ലാ പേപ്പറും ആദ്യം എടുത്ത് നോക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് ഈ മകൻ ഒപ്പിടും. ഒരു ഗസറ്റഡ് റാങ്കിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരാള് ഒരു ഓഫീസ് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്ക് അത്ഭുതമായിപ്പോയി. കാരണം എല്ലാം ഫാദർ നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം അത് ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ അവർ ഒപ്പിടും. ആ ഒരു അവസ്ഥയിലുള്ള ഒരു ഗസ്റ്റ് റാങ്കിൽ ജോയിൻ ചെയ്ത ഒരാളെ എനിക്ക് അനുഭവമുണ്ട്. അദ്ദേഹം അധികകാലം ഇവിടെ തുടർന്നില്ല, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോയി. പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ തുടർന്നോന്ന് എനിക്കറിയില്ല. അതാണേലും മാഡം ഇത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അയാളെ ഓർത്തു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പുതിയ ഒത്തിരി ഈ സ്വഭാവവിശേഷങ്ങളുള്ള ധാരാളം നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു മാഡം. ഹലോ മാഡം, ഞാൻ ജോസഫ്. ഡോക്ടർ ജോസഫ്. ഞാൻ ഇപ്പഴാണ് എത്തിയത് കേട്ടോ. ഞാനേ ഓൺ ചെയ്ത് വെച്ചിരുന്നു, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. കാരണം ഞാൻ വേറൊരു വലിയൊരു ഫംഗ്ഷനിലായിപ്പോ, ഒരു SCP ഒക്കെ ഉള്ള ഒരു ലഹരി വിരുദ്ധ സ്റ്റേജിലായിപ്പോ. എനിക്കൊന്നും കയറാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക്. അത് കഴിഞ്ഞിപ്പോ ഇറങ്ങിയുള്ളൂ, വീട്ടിലെത്തി. ക്ലാസ് കേട്ടില്ല, ഞാൻ റെക്കോർഡ് കേട്ടോളാം. അതെ, അല്ലെങ്കിൽ you will be missing a lot of things. ഇങ്ങനെ വരാറില്ല. ഇത് ഞങ്ങൾ എത്ര സംസാരിച്ചിട്ടുള്ള അറിയാമോ? ഇതേ രാവിലെ എന്താ മണിക്കൂർ ചെയ്യാൻ പറ്റും. പക്ഷെ 6 മണിക്കുള്ള മീറ്റിങ്ങിന് അയക്കാൻ പറ്റിയില്ല എനിക്ക് ഇന്ന്. പക്ഷെ 7 മണിക്കുള്ള അയച്ചു. റിമൈൻഡർ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള അയച്ചു. Madam, it was a fantastic class. സബ്ജക്റ്റ് പുതിയതല്ലെങ്കിലും മാഡം അത് എക്സ്പ്ലെയിൻ ചെയ്ത് ആ കഥയോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്തപ്പോ ഇറ്റ് വാസ് റിയലി വാട്ട് യു കോൾ എ ടീച്ചിങ്. ഇറ്റ് വാസ് റിയലി വെന്റ് ഇൻടു അവർ ഹെഡ്. Okay, right from starting, what are the reasons, how it is developed, how it is progressed, and finally, what are the solutions? എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും സൊല്യൂഷൻസ് ഈസി അല്ല, കറക്ഷൻ വളരെ ഇമ്പോസിബിൾ ആണ്. 21-22 വയസ്സ് വരെ വന്ന് കണ്ടീഷൻഡ് മൈൻഡായി കഴിഞ്ഞു. അവർ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആണ് എവറിത്തിങ്. ഒരു ഡിസിഷൻ എടുക്കാനും ഒരു റിസ്ക് എടുക്കാനും തയ്യാറില്ലാത്ത ഒരു ജനറേഷൻ ഇപ്പോൾ വളരുന്നുണ്ട്. എസ്പെഷ്യലി പാമ്പേഡ് ചൈൽഡ് സിൻഡ്രം മാതിരി സിംഗിൾ ചൈൽഡ് ആയിരിക്കും. അമ്മയും അച്ഛനും വളരെ കാത്തിരുന്നിട്ട് കിട്ടിയ കുട്ടിയായിരിക്കും. അവർ ഒരുപാട് പാമ്പർ ചെയ്ത് വളർത്തുന്നു. അവർ വളർന്നു വരുമ്പോൾ ഒന്നിനും കൊള്ളാത്തവരായിട്ട് തീരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ അതേ സെന്റൻസ് വീട്ടിൽ പലപ്പോഴും ജോലിക്ക് പോകാൻ പറയുമ്പോൾ ഞാൻ ജോലി ചെയ്ത് കൊണ്ടുവന്നിട്ടാണോ ഇവിടെ കഞ്ഞി വെക്കാൻ പറ്റുള്ളൂ എന്ന് ചോദ്യം ചോദിച്ചാൽ അവർ എങ്ങും പോകാതെ, ഒരു ജോലി എടുക്കാതെ, ഒരു ഉത്തരവാദിത്വം എടുക്കാതെ വീട്ടിൽ കഴിഞ്ഞു കൊടുക്കുന്നു. ചിലർ പറയും കല്യാണം കഴിച്ചാൽ മാറുമെന്നും കരുതി അങ്ങനെ ചിലരെ കല്യാണം കഴിക്കുന്നു. അതോടെ ആ പെൺകുട്ടിയുടെയും ജീവിതം നാശപ്പെട്ടു പോകുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിനെപ്പറ്റി
കൂടുതൽ അവയർനെസ് പേരൻസിനാണ് വേണ്ടത്. ഇതൊരു റൈറ്റ് ഫോറമാണ്. ആ രീതിയിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആവും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ക്ലാസ്. താങ്ക് യു മാഡം. ഇറ്റ് വാസ് വെരി ഗ്രേറ്റ്. താങ്ക് യു. താങ്ക് യു സർ ഫോർ ദ കൈൻഡ് വേർഡ്സ്. താങ്ക് യു മാഡം, നല്ല ക്ലാസ് ആയിരുന്നു. ഈ കഥയുടെ ആ ഒരു മാജിക്ക് അല്ലെ, കഥയിലൂടെ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു മാജിക്ക് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഈ പറയുന്ന കഥാപാത്രങ്ങളെയൊക്കെ നമ്മളിൽ തന്നെയും നമ്മുടെ ചുറ്റുപാടിലും വീട്ടിലും സമൂഹത്തിലുമൊക്കെ ഈ ഇത് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സോ ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ, ബെനിഫിഷ്യൽ. നല്ല പോയിന്റ്സ് കിട്ടി. അതിൽ ഏറെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കഥയുമായി കണക്ട് ചെയ്തപ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ പറയുന്നത്? ഈസ് ഓഡിബിൾ? Yes, sir. ഓക്കെ. ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ ജയശ്രീ, ഇതിപ്പോ നമ്മളെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു അസുഖമുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ പാമ്പർ ചെയ്യുമല്ലോ. അപ്പൊ അവർക്ക് വരാനുള്ള എന്തെങ്കിലും ഇതുണ്ടോ? It depends on how the child takes it. അപ്പം നമ്മള് കുട്ടിക്ക് ഇങ്ങനെ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക എന്നതല്ലേ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് അവര് അർഹിക്കുന്ന സമയത്ത് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് കൊണ്ട് ഒരു കുട്ടിക്കും പീറ്റർ പാൻ സിൻഡ്രോം വരില്ല. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മള് ടെൻഡർ ലവ് ഒക്കെ കൊടുക്കാനുള്ള സമയമാണ് ഒരു ചെറിയ കുട്ടിക്ക് അസുഖം വരുമ്പോഴുള്ള സമയം. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള കുട്ടിയാണെന്ന് വിചാരിച്ചു, ആ കുട്ടിയും കൂടുതൽ അറ്റൻഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കൊടുക്കണം. അതുകൊണ്ടൊന്നും പീറ്റർ പാൻ സിൻഡ്രോം ഉണ്ടാവില്ല. പക്ഷെ ചില കുട്ടികളെ അതുകൊണ്ട് അഡ്വാൻറ്റേജ് എടുക്കുന്നവരുണ്ട്. അഡ്വാൻറ്റേജ് എടുത്താല് പീറ്റർ പാൻ സിൻഡ്രോം ഉണ്ടാവും. അതിലും മാതാപിതാക്കളെ തന്നെയല്ലേ ഉത്തരവാദികൾ? Yes, parents are the problem. Yes, parents are the problem അതെ, makers. ഷൂ ഇടാൻ പറ്റിയ കുട്ടിക്ക് ഷൂ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഡ്രസ്സ് ഇടാൻ പറ്റുന്ന കുട്ടിയെ ഡ്രസ്സ് ചെയ്യിച്ച് വിടുന്ന ഒരു പ്രോബ്ലമാണ്. മുടി ചെയ്യാൻ പറ്റുന്ന പ്രായമുള്ള കുട്ടിക്ക് മുടി ചെയ്യി പൗഡർ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രോബ്ലമാണ്. പൂർ പാരന്റിങ് ഈസ് ദ മെയിൻ റീസൺ. ഇത് കൂടുതലും നമ്മൾ ഇന്ത്യയിലാണ് കാണുന്നത്. പുറത്തൊക്കെ വെസ്റ്റിലൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വയസ്സായ കുട്ടി ഭക്ഷണം തനിയെ കഴിക്കണം. കുറച്ചൊക്കെ ചിതറിപ്പോകും, താഴെയൊക്കെ വീണു പോകും. പക്ഷെ സാരമില്ല, കുട്ടിയുടെ സീറ്റിലിട്ട് ബെൽറ്റൊക്കെ ഇട്ട് ഇരുത്തിയിട്ട് കുട്ടി തന്നെ ഭക്ഷണം കഴിക്കണം. ഡേ കെയറിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് അതുപോലെ അവർ പറയും വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ പറയും. ഇവിടെ എങ്ങനെയാണ് 5 വയസ്സായ കുട്ടിക്ക് മാത്രമല്ല, അതിനേക്കാളും വലുതായിട്ടുള്ള സ്കൂളിൽ പോകുന്ന കുട്ടി അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല. അമ്മ വായിലോട്ട് കൊണ്ട് ഭക്ഷണം തള്ളി കയറ്റി വെച്ചു കൊടുക്കും. മോളെ സ്വല്പം ഇഡ്ഡലി കഴിച്ചിട്ട് പോകും, സ്വല്പം ദോശ കഴിച്ചിട്ട് പോകും. അമ്മ വായിലോട്ട് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? പിന്നെ എങ്ങനെ ഇവർക്കൊക്കെ പീറ്റർ പാൻ സിൻഡ്രോം വരാണ്ടിരിക്കും? Exactly. Yeah, madam, you have given a comprehensive idea about a family. Like when you were speaking about the Wendy syndrome, that was a new term for me. Peter Pan syndrome, I already have known about it because you always used to tell me about something or the other related to it. But Wendy syndrome was a new term for me. Thank you so much for that comprehensive understanding of the entire concept. It was absolutely a great session. Thank you, ma'am. Jisha. Thank you. ഇവിടെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബുക്ക് കിട്ടാനായിട്ട് ഫോൺ നമ്പർ ചോദിച്ചിരുന്നു. പക്ഷെ ആ ബുക്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കൂടുതലും ഗ്രീൻ ബുക്സും HNC ആണ്. അത് അവരുടെ സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ലാസ്റ്റ് പബ്ലിഷ് ചെയ്ത 2 പുസ്തകത്തിന്റെയും ലിങ്ക് ആമസോണിലുണ്ട്. അത് ഞാൻ ജോസഫ് സാറിന് അയച്ചു തരാം. അപ്പൊ അതൊന്ന് നിങ്ങളുടെ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്താൽ മതി. ഇത് ചാറ്റ് ബോക്സിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദുർഗ, ഐ തിങ്ക്. Thank you, madam.
ഓക്കെ, ഞാനായിരുന്നു മാഡം. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യണോ മാഡം? I can share my phone number. പറഞ്ഞു മാഡം, ഒന്ന് പറയും. ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ രീതികൾ വെച്ചിട്ട് നന്ദി പ്രകടനമാണ് ഇനി വേണ്ടത്. അപ്പോൾ അതിനെ ഉത്തരവാദിപ്പെടുത്തിയിരിക്കുന്നത് എനിക്കാണ്. ഇത്രയും രസകരമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി ഈ ഒരു പീറ്റർ പാൻ സിൻഡ്രോത്തിനെ കുറിച്ച് പറഞ്ഞു തരാൻ ഡോക്ടർ കുച്ചടി സഹായിച്ചതിൽ ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി മാഡത്തിന് നന്ദി പറയുന്നു. ഈ നന്ദി ഞങ്ങളെ മുമ്പിലോട്ട് നയിക്കാനായിട്ട് വളരെയധികം പ്രോത്സാഹിപ്പിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മുടെ ചുറ്റും തന്നെ കാണുന്ന പല കാര്യങ്ങളെയും കുറെ കൂടി തീവ്രമായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് ഇതിന് സാധിച്ചു. അതുപോലെ തന്നെ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ പ്രസിഡന്റിന് ജോൺ ബേബി സാറിന്, ജോസഫ് ജോൺ സാറ്, PV ജോസഫ് സാറ്, ഇവർക്കെല്ലാം, സൈജു എന്നിവർക്കെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുമാണ് ഈ പ്രോഗ്രാമത്തിൻ്റെ വിജയത്തിന് സാക്ഷികളാവുന്നവർ. വിജയത്തിന് കാരണം അവർക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പീറ്റർ പാൻ മസ്കറ്റിലെ ഒപ്പേറ ഹൗസിൽ 2 പ്രാവശ്യം അതിൻ്റെ ഷോ കണ്ടിട്ടുണ്ട്. അന്ന് മുതലേ ഇത് ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ നിഴലിനെ കൂട്ടിച്ചേർക്കുന്ന രീതി, അത് ഒരു ക്ലാസിക്കൽ രീതിയും ഒരു ഇംഗ്ലണ്ടിലെ ഒരു കുട്ടിയുടെ കഥയെടുത്തും കൊണ്ടും 2 തരത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമാണ്. ആ 2ാമത്തെ കഥയാണ് കുറെ കൂടി നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഇടയിൽ ഇത് സംഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കി തന്ന ഷോ. അപ്പോൾ അന്ന് മുതലേ ഇതിനോട് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. ഇതാണ് പറയാൻ പോകുന്നതെന്ന് ശരിക്കും മനസ്സിലായില്ലായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. ലെറ്റ് us wind up. ഗുഡ് നൈറ്റ് ഓൾ. മാഡം, ഒരു പാട്ട് കേൾപ്പിക്കാം. അത് കേൾക്കുന്നുണ്ടോ? കാണാം. യെസ്. Don't say goodbye, just hold me tight. Never can wait, I wanna dance one more time. You make me feel again, just one more time. To give me the feeling that I'm Okay, good night. Okay, sir. Good night. Okay, sir. Thank you. Thank you very much. Can I leave? Can I leave? Good night. Good night. Good night. നിങ്ങളെ സഹായിക്കാൻ വേറെ ആരും Good night. Thank you. Okay. നിങ്ങൾ തന്നെയുള്ളൂ.